ഗുഡ് മോർണിംഗ് ഓൾ. ഒരിക്കൽ കൂടി സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ സിജി സംഘടിപ്പിക്കുന്ന സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം കരിയർ ഗൈഡൻസ് വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി വ്യത്യസ്തമായ രീതികളിൽ കരിയർ ഗൈഡൻസ് സൗജന്യമായി തന്നെ വിദ്യാർത്ഥികളിലേക്കും പാരൻസിനേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളിൽ കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സിജി കോഴിക്കോട്, മലപ്പുറം ഓഫീസുകളിൽ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ കരിയർ കൗൺസിലിംഗ് ലഭ്യമാണ്. കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സൗജന്യമായി ലഭ്യമാക്കുന്ന ഒരു NGO ആണ് സിജി എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള മറ്റ് പ്രൊജക്റ്റുകളും സിജിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഓൺലൈനിലൂടെ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ സിജി വെബിനാറുകൾ സംഘടിപ്പിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം IA+2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ എങ്ങനെ പഠിക്കാൻ സാധിക്കും, അതിനുള്ള അവസരങ്ങൾ എങ്ങനെയാണുള്ളത്, അതുപോലെ തന്നെ IP-MAT, JIP-MAT എൻട്രൻസുകളെ കുറിച്ചും അതിന് എങ്ങനെ ഏത് രീതിയിൽ ഒരുങ്ങാം എന്നതിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് സംവദിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും പുറത്തു നിന്നുള്ള മറ്റ് സംശയങ്ങളും നിങ്ങൾക്ക് ചോദ്യോത്തര വേളയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ തന്നെയും മറ്റ് കൗൺസിലേഴ്സും സിജിയുടെ പ്രിൻസിപ്പൽ കരിയർ കൗൺസിലർ ആയിട്ടുള്ള ജക്കരിയ സാർ, റംല മാഡം, മറ്റുള്ള ആളുകളും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദ്യോത്തര വേളയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസന്റ് കൗൺസിലിംഗ് സെൽ, ഗവൺമെന്റ് ഓഫ് കേരളയുടെ സ്റ്റേറ്റ് ഫാക്കൽറ്റി ആയിട്ടുള്ള ശ്രീമതി നിഷ മാഡത്തെ ആദരപൂർവ്വം ഈ ഒരു സെഷൻ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഓവർ ടു നിഷ മാം. യാസിൻ സർ, നിഷ മാഡം എവിടെ? എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാവും. നിഷ മാഡം സൂമിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, ഉടനെ ജോയിൻ ചെയ്യും. ഗുഡ് മോർണിംഗ്. ഫാക്കൽറ്റി ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു.
ഈ പ്രോഗ്രാം എല്ലാ ആഴ്ചയിലും ഞായറാഴ്ചകളിൽ ഇതേ സമയത്ത് നടത്തുന്നതാണ്. ഇതിന് രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, ഇതുപോലെ പ്രത്യേക വിഷയത്തിൽ ക്ലാസ്സുകൾ, പുതിയ കോഴ്സുകളും പഴയ പ്രോഗ്രാം തന്നെ പുതിയ തലമുറയ്ക്കും ഒക്കെ പരിചയപ്പെടാനുള്ള അവസരം എന്ന നിലയിലാണ്. അതുകൂടാതെ സ്റ്റുഡൻസിന് നേരിട്ട് കോഴിക്കോട്ടോ മലപ്പുറത്തോ ഉള്ള ഓഫീസുകളിൽ വരാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അവർ പലരും ഓൺലൈനിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. അതേസമയം മുഖാമുഖം എന്നതുപോലെ ഓൺലൈനിൽ ചോദിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് അതിന് അവസരം നൽകുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കോർഡിനേറ്റർ യാസിൻ സാറ് ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്താൽ അത് ഇവിടുന്ന് വായിക്കുന്നത് മാത്രമല്ല, ആ പോസ്റ്റ് ചെയ്ത ആളുടെ ചോദ്യം എടുക്കുമ്പോൾ നിങ്ങൾ തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. കാരണം വരിയിൽ ഒരു പോയിൻ്റായിട്ട് ഒരു വരിയിൽ കൊടുക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എലാബറേറ്റ് ചെയ്ത് സംസാരിക്കാം. അപ്പോൾ ഫാക്കൽറ്റി അതിന് മറുപടി തരും. ഈ സിജിയുടെ പല ഫാക്കൽറ്റീസ് ഇതിലുണ്ടെന്ന് അവർ പറഞ്ഞല്ലോ നേരത്തെ. അവരും ക്ലാസ് എടുക്കുന്ന മേഡമൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്താം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതിന് ലിങ്കൊക്കെ നൽകുകയും ചെയ്യാം. യാസിൻ സാർ റെഡിയായോ? അവർ എല്ലാവരും ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ. പിന്നെ അതുപോലെ ഇതുപോലെ IPM എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് അവർ പറയും, വിശദമായിട്ട് പറയും. ഇത് നമുക്ക് അധികം പരിചയം ആയി വരുന്ന ഒരു ഏരിയ ആണ്. ഇതുപോലെ നമുക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായ പല പല ഏരിയകളുണ്ട്. വലിയ കോഴ്സുകൾ, ചെറിയ കോഴ്സുകൾ എന്ന് പറയുന്നത്, ഇതൊക്കെ ചിലർക്ക് ഡോക്ടറാവണം, ചിലർക്ക് പൈലറ്റ് ആവണം, വേറെ ചിലർക്ക് ടീച്ചറാവണം, ചിലർക്ക് ഡിസൈനറോ പാട്ടുകാരനോ ഒക്കെ ആകണം. ഇങ്ങനെയുള്ളവർക്ക് ഇതിലേതാണ് സത്യത്തിൽ എൻ്റെ ആഗ്രഹത്തിനപ്പുറം എനിക്ക് പറ്റുക? ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അധികം ഉയരമില്ലാത്ത ആളാണ്, ഒരു കണ്ണട വയ്ക്കുന്ന ആളാണ്. എനിക്ക് തീർച്ചയായിട്ടും സൈന്യത്തിൻ്റെത് മാച്ച് ആവില്ല. പക്ഷെ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, ആ പവർ ഇത്ര വേണമല്ലോ. പക്ഷേ വേറെ ചില കാര്യത്തിൽ ഞാൻ എൻട്രൻസിൻ്റെ JEE നോക്കിയാൽ കിട്ടാവുന്ന ടൈപ്പാണോ എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ ഇന്നർ സ്ട്രെങ്ത്, യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് വേറെ ചിലതാവില്ലേ എനിക്ക് യോജിച്ചത്. ഏറ്റവും നല്ല ഷർട്ട് നമുക്ക് ഇടുന്നത് നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. അത് ഷർട്ട് നല്ലതാണെങ്കിലും നമ്മുടെ ബോഡി സൈസ് അതല്ല. അതുപോലെ നമുക്ക് പറ്റാത്തതും പറ്റുന്നതുമായ കോഴ്സുകൾ ഏതാണെന്ന് കണ്ടെത്താനുള്ള ചില സംവിധാനം സിജിയിലുണ്ട്. അതിൻ്റെ പേരാണ് ഡാറ്റ്. സിജി അത് ഉപയോഗിക്കുമ്പോൾ CDAT എന്ന് പറയും. എന്താണ് ഈ CDAT? സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തെ പരിഷ്കൃത രാജ്യങ്ങളിൽ, പുരോഗമിച്ച രാജ്യങ്ങളിൽ നമ്മൾ 9 കഴിഞ്ഞ് 10ലേക്ക് പോകുമ്പോഴേക്ക് തന്നെ ഭാവിയിൽ ഇവന് യോജിച്ചത് ഏതാണെന്നുള്ളതിനെ കുറിച്ച് അസസ്മെന്റ് നടത്തിയിട്ട് കുട്ടികൾ അതാത് ഗ്രൂപ്പുകളിലേക്ക് പ്രവേശിപ്പിക്കും. കാരണം ഓരോരുത്തരും അനുയോജ്യമായത് വേണമല്ലോ സെലക്ട് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഡാറ്റ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു പ്രാചീനമായ സംവിധാനമാണ്. APA, അമേരിക്കൻ സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ 1947 മുതൽ ഡെവലപ്പ് ചെയ്ത് നടത്തുന്ന, എന്നാൽ ലോകം അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ സിജിയിൽ ഒരു എക്സ്പെർട്ട് റിസർച്ച് ടീമുണ്ട് ഇതിന്. ആ റിസർച്ച് ടീം ഓരോ വർഷവും പുതിയ ഗവേഷണങ്ങൾ നടത്തിയിട്ട് കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന 7 ടെസ്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ് ഡാറ്റ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആ ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു 10 മണിക്കൊക്കെ തുടങ്ങിയാൽ ഒരു 1:30 വരെയൊക്കെ, അതായത് ഒരു 3.5 മണിക്കൂർ സമയമൊക്കെ ഈ ടെസ്റ്റ് ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ടല്ല, 7 ടെസ്റ്റുകളുടെ കോമ്പിനേഷൻ, അതിനിടയ്ക്ക് മോഡൽ ടെസ്റ്റ്, അതിനെക്കുറിച്ച് അതിനിടയിൽ അതിനെക്കുറിച്ചുള്ള നറേഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള 3.5 മണിക്കൂറുള്ള 1:30ക്ക് അവസാനിക്കുന്ന ടെസ്റ്റ്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത റിപ്പോർട്ട് കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സജഷൻ പറയുമല്ലോ, അല്ലെങ്കിൽ സ്കാൻ
എക്സ്റേ റിപ്പോർട്ട് നോക്കിയിട്ട് ഓർത്തോ സർജൻ നമുക്ക് ഇന്നതാണ് ഈ പ്രശ്നം. അതുപോലെ നമ്മുടെ ഇന്നറിലെ സ്ട്രെങ്ത്, ഇതിനെ ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കാമെന്ന് ഇൻഡിവിജ്വലി ഓരോ കുട്ടിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്നത് സയൻറ്റിസ്റ്റാണ്, പക്ഷെ അത്ര കൊല്ലം എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ആഗ്രഹം കൂടി ചേർത്ത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് വേറെ ചിലതായിരിക്കാം. അങ്ങനെ എത്രയൊക്കെ മേഖലകൾ നിങ്ങൾക്ക് ആപ്റ്റ് ആകുമോ അതൊക്കെ കണ്ടെത്താനുള്ള സിസ്റ്റമാണ് ഇതിനെ പ്രയോജനപ്പെടുത്താം. അതുപോലെ സിജിക്ക് കുറേ ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. എന്താ ഈ ഗ്രൂപ്പുകൾ? ഇപ്പം തന്നെ +2 കഴിഞ്ഞ കുറേ കുട്ടികളുണ്ട്. അവർ സിജിയിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള സെൻറ്റേഴ്സിൽ വരും. എനിക്ക് ഈ +2 കഴിഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഇന്നാണ് ഡിസൈനിങ്ങിൻ്റെ എന്നതിൽ പോകണം, അല്ലെങ്കിൽ എയറോ സ്പേസ് എഞ്ചിനീയർ IIT കൊല്ലം ചേരണം. അപ്പോഴെന്താ മറുപടി കിട്ടുക? എവിടെ പോയാലും കഴിഞ്ഞല്ലോ, ഈ വർഷത്തത് കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ അതിൽ നിന്ന് പല കുട്ടികൾക്കും അറിയാം, എന്നാൽ തീരെ അറിയാത്ത ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും ഉണ്ട്. എല്ലാ മികച്ച മേഖലയിലെ സ്ഥാപനങ്ങളിലേക്കും കോഴ്സുകളിലേക്കും ഉള്ള പ്രവേശനം +2 കഴിഞ്ഞിട്ടല്ല. പിന്നെയോ 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് നേരെ ഏകജാലക സംവിധാനത്തിലേക്ക് പോയതിൻ്റെ ഓർമ്മകളിലാണ് വിദ്യാർത്ഥികൾ ഇരിക്കുക, ചില രക്ഷിതാക്കൾ ഇരിക്കുക. റിസൾട്ട് വരട്ടെ, പരീക്ഷ കഴിയട്ടെ. അല്ല, 10ാം ക്ലാസ്സിലെ കുട്ടികളും രക്ഷിതാക്കളും ഓർത്തോളൂ, 10 കഴിഞ്ഞ് ആ സമയത്ത് നിങ്ങളൊരു ഏരിയയിലേക്ക് പോകണം തീരുമാനിച്ച്, അത് ലോ ആണെങ്കിൽ ലോയ്ക്ക് എന്തൊക്കെ വേണ്ടത്, ഏതൊക്കെ എൻട്രൻസുകളുണ്ട്, ഏതൊക്കെ മേഖലയുണ്ട്, പാട്ടാണെങ്കിൽ പാട്ടിനുള്ള സ്ഥാപനങ്ങൾ എവിടെയുണ്ട്, അതിലേക്ക് പ്രവേശനം എങ്ങനെയാണ്, സ്പോർട്സ് ആണെങ്കിൽ, ഡിസൈൻ ആണെങ്കിൽ, ഡോക്ടറാണെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. നേരത്തെ വിളിക്കും. ഇപ്പോൾ +2 കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള വിജ്ഞാപനങ്ങൾ വന്നു തുടങ്ങിയത് കഴിഞ്ഞ ഓഗസ്റ്റ് മുതലാണ്. അപ്പോൾ കുട്ടി +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വലിയൊരു തത്വം വിദ്യാർത്ഥികൾ ഓർക്കണം. ഇത് ടൈമിനെ അറിയിക്കാൻ വേണ്ടി സിജിക്ക് ചില ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളെ കുറിച്ച് അതിൻ്റെ നമ്പറൊക്കെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ യാസിൻ സാർ ഇവിടെ പോസ്റ്റ് ചെയ്യും. യാസിൻ സാർ ആ നമ്പർ ഒന്ന് കൊടുക്കണേ, നമ്മുടെ ഗ്രൂപ്പുകളിൽ ചേരാനുള്ള. അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്യാനുള്ള sijicareer.com എന്ന സൈറ്റും അതേപോലെ ഒന്നതിൽ പോസ്റ്റ് ചെയ്താൽ കുട്ടികൾക്ക് ഉപകാരമാവും. ഇങ്ങനെ ഗ്രൂപ്പിൽ ചേരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ നോട്ടിഫിക്കേഷൻസ് എത്ര നേരത്തെ, ഫസ്റ്റ് ഇയറിലാവുമ്പോഴോ 10ാം ക്ലാസ്സിലാവുമ്പോഴോ തന്നെ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരുക്കങ്ങൾ തുടങ്ങണമല്ലോ. അപ്പോൾ +2 കഴിഞ്ഞ് വലിയ മേഖലകളിലേക്ക് കയറിപ്പോയി 4 കൊല്ലം കൊണ്ട് 2 ലക്ഷം മാസശമ്പളത്തിൻ്റെ പ്ലേസ്മെൻ്റ് എന്നൊക്കെ കരുതി പോകുന്നവർ കതിരിൽ വളവിടുന്നവരല്ല, ഞാറ് നടുന്നതിന് മുമ്പ് നിലം ഒരുക്കുന്നവരാണ്. ആ ഒരുക്കത്തിന് കൂടി സഹായിക്കുക എന്നുള്ളതാണ് സിജിയുടെ അടിസ്ഥാനപരമായ ദൗത്യം. 12 കഴിഞ്ഞിട്ടല്ല കരിയർ ഗൈഡൻസ്, പക്ഷേ അന്ന് ചെയ്യാൻ പറ്റാതിരുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്യണം. ബെറ്റർ ലേറ്റ് ദെൻ നെവർ. ആക്ച്വലി 10ാം ക്ലാസ് കഴിയുന്ന ഘട്ടത്തിൽ, റിസൾട്ട് പോലും വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് സിജിയുടെ സേവനം ഉപയോഗപ്പെടുത്താം. പിന്നെ ഈ നോട്ടിഫിക്കേഷൻസൊക്കെ അറിയാൻ ഈ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ ഈ പത്രങ്ങളുടെ വിദ്യാഭ്യാസം പേജുകൾ റെഗുലറായിട്ട് നോക്കുന്നത് നല്ലതാണ്. അതിന് പത്രം കാശ് കൊടുത്ത് വാങ്ങണമെന്നൊന്നുമില്ല. ഓൺലൈനിൽ തന്നെ പത്രങ്ങളുടെ എഡ്യൂക്കേഷൻ പേജ് നിങ്ങൾക്ക് മാതൃഭൂമി, മനോരമ, മാധ്യമം, ദേശാഭിമാനി എന്നൊക്കെ പറഞ്ഞ പത്രങ്ങളിലെ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നടിച്ചാൽ ആ പേജ് നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാം. പിന്നെ അസംഖ്യം കോഴ്സുകളുണ്ട്, അസംഖ്യം മേഖലകളുണ്ട്, അവയുടെ ഗുണദോഷങ്ങൾ, ഇതൊക്കെ പൊതുവായിട്ട് അറിയാൻ വളരെ ലളിതമായൊരു സംവിധാനം സിജി ഒരുക്കിയിട്ടുണ്ട്. ഗൾഫിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷിലുണ്ട്, അല്ലാതെ മലയാളം. അതെങ്ങനെ കിട്ടും? അത് നോട്ട് ചെയ്തോളൂ. CIGI.org, CG.org സിജിയുടെ വെബ്സൈറ്റാണ്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം. അതിൽ ബ്ലോഗ്, BLOG, ബ്ലോഗ് എന്ന് കാണാം. ബ്ലോഗ്സ്
ഈ ബ്ലോഗ്സിൽ ക്ലിക്ക് ചെയ്താൽ CIGI.org സൈറ്റിൽ കയറിയിട്ട് മറ്റ് പലതുണ്ട് നമുക്ക് നോക്കാൻ. നേരെ കാര്യത്തിലേക്ക് കടക്കാൻ ബ്ലോഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മലയാളം ബ്ലോഗ്, ഇംഗ്ലീഷ് ബ്ലോഗ് ഒക്കെ കാണാം. ഒക്കെ ഒന്ന് തന്നെയാണ്. മലയാളത്തിലുള്ളത് പുറത്തുള്ള കുട്ടികളെ ഉദ്ദേശിച്ച് ഇംഗ്ലീഷിലും കൂടെ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. അവിടെ ഇപ്പം തന്നെ ഒരു 750-ലധികം ആർട്ടിക്കിൾസ് ഉണ്ട്. എല്ലാം വളരെ സിമ്പിളായിട്ട് എന്തൊക്കെയാണ് കോഴ്സുകൾ, എന്തൊക്കെയാണ് ജോലികൾ, അതിലേക്ക് എങ്ങനെ കിടക്കാം, പട്ടാളം എങ്ങനെ, അക്കൗണ്ടിങ് കോഴ്സുകൾ എങ്ങനെ, CA വ്യത്യാസം, CA, ഡിസൈൻ, പാട്ട്, എല്ലാ കാര്യങ്ങളും ഓരോന്നിനും അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് തുടരുന്ന സാധനങ്ങൾ അവിടെയുണ്ട്. അപ്പം അത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വെരി സിമ്പിൾ ഫീഡിങ് സ്റ്റൈലാണ്. അത് നോക്കുന്നൊരു ശീലം വന്നു കഴിയുകയും ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നോ എന്ന് പത്രങ്ങളിലും നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ മനസ്സിലാക്കുകയും അറിഞ്ഞാൽ ഉടനെ, ലേഖനം വായിച്ചാൽ ഉടനെ ഇപ്പോൾ IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, +2 കഴിഞ്ഞ് നേരെ ISROയുടെ സംവിധാനത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനം തിരുവനന്തപുരത്തുണ്ട് സ്പേസ് സയൻസ് പഠിക്കാൻ. വില്യംസ്, സുനിത വില്യംസ് ഒക്കെ നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ ഇപ്പോൾ. നേരത്തെ തന്നെയാണ്, ഇപ്പോൾ പ്രത്യേകിച്ചും സമീപകാലത്ത് വാർത്തയിലേക്ക് വരുന്നത്. ഇതൊക്കെ കേട്ടിട്ടും കേൾക്കാതെയും കുട്ടികൾക്ക് അതിലൊക്കെ താല്പര്യം ഉണ്ടാവും. ഇതിലേക്ക് എത്താൻ, എൻട്രൻസ് വഴി എത്താൻ, ISROയിലേക്ക് അവിടുന്ന് നേരെ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം സ്വന്തമാക്കാൻ, ഇതിനൊക്കെയുള്ള IISTയെക്കുറിച്ച് എല്ലാം അതിലുണ്ട്. അപ്പോൾ IISTയെക്കുറിച്ച് കണ്ടാൽ അതിൻ്റെ സൈറ്റിലേക്ക് കയറും. ഇതെങ്ങനെയാണ് അഡ്മിഷൻ? അപ്പോൾ JEE വഴി വേണം. അപ്പോൾ JEEക്ക് എന്ത് വേണം? +2 സയൻസ് എടുക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ ഉള്ള കോമ്പിനേഷൻ എടുക്കണം. അങ്ങനെ കിട്ടണമെങ്കിൽ 10ാം ക്ലാസ്സിൽ നല്ല A+ ഒക്കെ വേണം. നല്ല സ്കൂളിൽ കിട്ടണമെങ്കിൽ 10 മുതലേ കുട്ടികൾ സിസ്റ്റത്തിലേക്ക് വന്നു. ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടാക്കുക എന്നുള്ള ലോങ് ടേം ഗോളിലൂടെയാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സക്കറിയ സർ, നിഷ മാഡം ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ടൈം ഗ്യാപ്പ് വലിയതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സക്കറിയ സർ. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ +2 ശേഷം എങ്ങനെ IIM-ൽ ജോയിൻ ചെയ്യാം, IIM-ന്റെ കോഴ്സുകൾ പഠിക്കാം, അതിനുള്ള എൻട്രൻസുകൾ IP മാറ്റ്, ജിപ് മാറ്റ് പോലെയുള്ള എൻട്രൻസുകൾക്ക് എങ്ങനെ ഒരുങ്ങാം, അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് നമ്മളോട് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെന്റ് സെൽ, കൗൺസിലിംഗ് സെൽ, ഗവൺമെന്റ് ഓഫ് കേരളയുടെ സ്റ്റേറ്റ് ഫാക്കൽറ്റി ആയിട്ടുള്ള ശ്രീമതി നിഷ മാഡം നമ്മളോട് സംസാരിക്കും. അതിനുവേണ്ടി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓക്കെ, ഓവർ ടു നിഷ മാം. Hello, good morning all. മോർണിംഗ്, കേൾക്കാം. എല്ലാവർക്കും എന്നെ ഓഡിബിൾ ആണ് എന്ന് വിശ്വസിക്കുകയാണ്. നല്ല പ്ലസന്റ് ആയ ഒരു മോർണിംഗില് കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് നമ്മൾക്ക് ഉണ്ടായി. അതുകൊണ്ട് സോറി, കുറച്ച് ലേറ്റ് ആയി ഞാൻ കയറാനായിട്ട്. നമ്മളിൽ പലർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾക്ക് ഏറ്റവും അധികം ഇൻട്രസ്റ്റ് ഉള്ള, കേട്ടു തുടങ്ങുന്ന ഒരു മേഖലയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. IPM, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. ഒന്നും കൂടി പറയാണ്, IPM, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. നോക്കൂ, IPM എന്ന് പറയുന്നത്, ഒന്നും കൂടി ഞാൻ പറയാണ്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് 5 വർഷത്തെ മാനേജ്മെന്റ് പഠനമാണ് IPM. +2 ശേഷം ഡയറക്റ്റ് ആയി IIM പോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആയി നമ്മൾ പുറത്തിറങ്ങുന്ന ഒരു പ്രോഗ്രാം ആണ് IIM. നോക്കൂ,
നമ്മള് എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള IIT നമ്മൾക്കറിയാം. മെഡിക്കൽ വിദ്യാഭ്യാസമാണെങ്കിൽ എയിംസിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ മാനേജ്മെന്റ് സ്റ്റഡീസില് IIM ആണ് ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള സ്ഥാപനമെന്ന് ചിലർക്കെങ്കിലും അറിയാണ്ടിരിക്കുന്ന ഒരു കാലം ഇപ്പോഴും ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോ ആ മാനേജ്മെന്റ് പഠനത്തിലേക്ക് +2 കഴിഞ്ഞിട്ട് എങ്ങനെ കടക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. നോക്കൂ, അതിനു മുമ്പായിട്ട് മാനേജ്മെന്റ് പഠനം എങ്ങനെയാണ് ഇന്ത്യയിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് പഠനം 2 രീതിയിലാണ് ഇന്ത്യയിലുള്ളത്. ആഫ്റ്റർ +2 IPM, ആഫ്റ്റർ UG MBA പ്രോഗ്രാം. വളരെ കാലം മുമ്പ്, അതായത് 2011 വരെയും നമ്മള് MBA ചെയ്തിരുന്നത് ഡിഗ്രിക്ക് ശേഷമായിരുന്നു. നമ്മള് എഞ്ചിനീയറിംഗ് ചെയ്യുന്നു, നമ്മള് BCom ചെയ്യുന്നു, നമ്മള് BA എക്കണോമിക്സ് ചെയ്യുന്നു, നമ്മള് നഴ്സിംഗ് ചെയ്യുന്നു, ഈവൻ MBBS ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് CAT എന്ന് പറയുന്ന എക്സാം എഴുതിയിട്ടായിരുന്നു നമ്മള് 2011 വരെയും മാനേജ്മെന്റ് സ്റ്റഡീസിലേക്ക് പ്രവേശിച്ചിരുന്നത്. നോക്കൂ, ലോകത്തിലെ തന്നെ ഏറ്റവും സാലറീഡ് ആയിട്ടുള്ള പ്രൊഫഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ മാനേജ്മെന്റ് പഠനമാണ്. പക്ഷേ 2011 ശേഷം നമ്മൾക്ക് +2 ശേഷം IPM അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് 3 വർഷത്തെ ഗ്രാജുവേഷനും 2 വർഷത്തെ MBA പ്രോഗ്രാമുമായിട്ടുള്ള പഠനം IIM ഇൻഡോറിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾക്ക് കുറച്ച് നോട്ടബിൾ അലൂമിനീസ് IIM-ൽ നിന്ന് പുറത്തിറങ്ങിയ കുറച്ച് നോട്ടബിൾ അലൂമിനികളുടെ കഥകളിൽ കൂടി നമ്മൾക്ക് ഈ IPM പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. നോക്കൂ, എനിക്കും നിങ്ങൾക്കും ഒക്കെ വളരെ ഒരുപക്ഷെ സുപരിചിതനാവുന്ന PC മുസ്തഫ. അദ്ദേഹം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റഡ് ആണ്. അന്ന് വളരെ പരിമിതമായ സാഹചര്യത്തിൽപ്പെട്ട് ഒരുപക്ഷെ സ്കൂൾ ഡ്രോപ്പ് ഔട്ടും കൂടി ആയിരുന്ന PC മുസ്തഫ പിന്നീട് നമ്മുടെ NIT കാലിക്കറ്റിൽ നിന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിൽ ബിരുദം നേടിയ ശേഷം ജോലിക്ക് കയറി എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് 2 വർഷത്തെ പ്രിപ്പറേഷന് ശേഷം CAT എന്ന് പറയുന്ന എക്സാം എഴുതി IIM ബാംഗ്ലൂരിലേക്ക് അഡ്മിഷൻ കിട്ടിയത്. പിന്നീട് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. ഒരു ദിവസത്തെ ഭക്ഷണം ലഭിക്കാൻ പോലും ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് 3000 കോടിയുടെ ആസ്തിയായിട്ടാണ് നമ്മളുടെ PC മുസ്തഫ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് MBA-ക്ക് ശേഷം ക്യാമ്പസ് പ്ലേസ്മെന്റുകളൊക്കെ തന്നെയും കിട്ടിയെങ്കിലും അതൊന്നും തന്നെ എടുക്കാണ്ട് സ്വന്തമായി 50,000 രൂപയുടെ മുതൽ മുടക്കിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് 3000 കോടിയുടെ ആസ്തിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഓൺട്രപ്രനേഴ്സ് ആവുക എന്നുള്ളതാണ് പലരുടെയും ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഓൺട്രപ്രനേഴ്സ് ആവണം എന്നുള്ള മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു അനുയോജ്യമായ ഒരു മേഖലയാണ് IPM, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ആഫ്റ്റർ +2. ഇനി നമ്മൾക്ക് ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാളെയാണ് ഇനി ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡോക്ടർ രഘുറാം രാജൻ. നോക്കൂ, ഡോക്ടർ രഘുറാം രാജനെ സ്ലൈഡ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഡോക്ടർ രഘുറാം രാജനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു ഡോക്ടർ രഘുറാം രാജൻ. അദ്ദേഹം IIT-യിൽ നിന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് ശേഷം ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി.
ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുമ്പോഴാണ് തിരിച്ചറിയണത് ഇത് എനിക്ക് പറ്റിയ മേഖലയല്ല. അദ്ദേഹം വേഗം തന്നെ കാറ്റ് എക്സാം എഴുതുകയും IIM അഹമ്മദാബാദില് MBA പഠനത്തിനായിട്ട് ജോലി കയറുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് എക്കണോമിക്സും ഫിനാൻസും മാനേജ്മെന്റും തമ്മിലുള്ള കോമ്പിനേഷന്റെ ബന്ധവും അതിനോടുള്ള ആ സ്നേഹവും അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെയധികം വളരുകയും പിന്നീട് എഞ്ചിനീയറിംഗ് മേഖല വേണ്ട എന്ന് വെച്ചിട്ട് മാനേജ്മെന്റ്, നമുക്കറിയാം നമ്മളുടെ RBI ഗവർണർ ആയിരുന്നു ഡോക്ടർ രഘുറാം രാജൻ. ഇന്ന് ഒരു വിദേശ സർവകലാശാലയില് മാനേജ്മെന്റ് പഠനത്തിന്റെ വിഭാഗത്തിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയി ഡോക്ടർ രഘുറാം രാജൻ വർക്ക് ചെയ്യുന്നു. നോക്കൂ, ഇനി നമ്മൾക്ക് അടുത്തതായി ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ കാറ്റ് എഴുതിയിട്ട് MBAക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഒരു ടെൻഷനാണ്. IPM എടുത്തിട്ടുണ്ടെങ്കിൽ കാറ്റ് എഴുതി MBAക്ക് ജോയിൻ ചെയ്യുന്നതിന്റെ വാല്യൂ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത്. നോക്കൂ, ഇനി ഞാൻ പറയുന്നത് മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള സൗരവ് ഗോപാലിനെ കുറിച്ചിട്ടാണ്. IIM ഇൻഡോർ ഗ്രാജുവേറ്റഡ് ആണ് ആള്. ഇന്ന് ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സൗരവിന്റെ പാക്കേജ് ഇറ്റ് ഈസ് വെരി ബിഗ്. I know the package, but I am not revealing the package. Okay, വളരെ നല്ല പൊസിഷനിലാണ്. 2022 സൗരവ് ഗോപാൽ IIM ഇൻഡോറിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആയിട്ട് പുറത്തിറങ്ങുന്നത്. ഇന്ന് വെറും 2 വർഷത്തിന് ശേഷം 2025 ആയപ്പോഴേക്കും the package is nearing a crore. Okay, ഇനി നമ്മൾക്ക് അടുത്തൊരാളെ നമ്മൾക്ക് പരിചയപ്പെടാം. നോക്കൂ, വാസു ഗോയലൻ IIM ഇൻഡോറിന്റെ റാങ്ക് 1 ആയിരുന്നു. വാസു ഗോയലാൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഇന്ന് സീനിയർ അനലിസ്റ്റ് അറ്റ് ക്രെഡോർ മേഖലയിലാണ്. സീനിയർ അനലിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം പോയ റൂട്ടുകളാണ് നിങ്ങൾക്ക് PPTയിൽ കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ആദ്യം അദ്ദേഹം ഫിനാൻസ് ആൻഡ് റിസർച്ച് ഇന്റേൺ ആയിരുന്നു അറ്റ് ഓർഗൻ വെൽത്ത് മാനേജ്മെന്റ് പ്രൈവറ്റ് കമ്പനിയിൽ. പിന്നീട് സ്ട്രാറ്റജി കൺസൾട്ടന്റ് ആയി. പിന്നെ സമ്മർ അസോസിയേറ്റ് അറ്റ് BCG എന്ന് പറഞ്ഞ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പില്. ഇന്ന് സീനിയർ അനലിസ്റ്റ് അറ്റ് ക്രെഡോറിലാണ് സീനിയർ അനലിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ 2 പേരെ നിങ്ങൾക്ക് 2 മേഖലയിൽ കൂടി പോയിട്ടുള്ള 4 പേരെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോ കാണിച്ചു തന്നിരിക്കുന്നത്, നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത്. 2 പേരും തന്നെ ഗ്രാജുവേറ്റഡ് MBA പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പൊ ഇനി നമ്മൾക്ക് കൂടുതലായിട്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാം. സൗരവ് ഗോപാൽ എന്ന് പറയുന്ന നമ്മളുടെ മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഈ പയ്യൻ IPM-നെ കുറിച്ച് ഒരു പക്ഷേ ജെയിക്ക് പ്രിപ്പയർ ചെയ്യണ സമയത്താണ് IIM ഇൻഡോറിലെ 2011 തുടങ്ങിയിട്ടുള്ള ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നതും അതിൽ പങ്കുചേരാനായിട്ട് അല്ലെങ്കിൽ എൻട്രൻസ് എഴുതുകയും വളരെ ഒരു അറിവില്ലായ്മ പങ്കെടുത്തതായിരുന്നെങ്കിലും ജോയിൻ ചെയ്തതായിരുന്നെങ്കിൽ കൂടിയിട്ട് പിന്നീട് ആളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതിലും വളരെ കൂടുതലാണ്. നമ്മൾക്ക് കൂടുതലായിട്ട് ഏതൊക്കെ IIM-കളിലാണ്
IPM പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു 2011 IIM ഇൻഡോറിലാണ് ആദ്യമായിട്ട് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് തുടങ്ങിയത്. നോക്കൂ, ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് സ്ലൈഡ് വിജയദിശ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡ് ആണല്ലോ കാണുന്നത്. എന്താ പറ്റിയത്? സക്കറിയ സാറിന്റെ സ്ലൈഡാണ് ഇപ്പൊ കാണുന്നത്. ഹലോ 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 എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഇസ് ദർ. സൽമാൻ, സ്ലൈഡ് കാണുന്നില്ല. ഷെയർ ചെയ്യുന്നുണ്ട് ജസ്റ്റ്. IIM ഇൻഡോറിലാണ് ആദ്യമായിട്ട് 2011 ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണിത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു 3 വർഷത്തെ BA പ്രോഗ്രാം ആൻഡ് 3 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. ഈ 3 വർഷക്കാലം വേണ്ട. ആദ്യത്തെ വർഷം നമ്മൾ IP മാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എഴുതുന്നു, ഇന്റർവ്യൂ കഴിയുന്നു, നമ്മൾ IIM ഇൻഡോറിൽ എത്തുന്നു. ആദ്യത്തെ സെമസ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ഫോറിൻ ലാംഗ്വേജസ് ഉണ്ട്. ഒരു ട്രൈ സെമസ്റ്റർ മെത്തേഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ സമയത്ത് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എല്ലാം തന്നെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഡ്രസ് ചെയ്യണം, ഈ മേഖലയിലെല്ലാം തന്നെ നമ്മൾ ഗ്രോത്ത് നമ്മൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ആഫ്റ്റർ 3 ഇയേഴ്സിന്റെ അവസാനം നമ്മൾക്ക് ഒരു ഇന്ത്യയുടെ റിമോട്ട് ഏരിയയിലേക്കുള്ള ഒരു പഠന യാത്രയാണ്, ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിയാൻ എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് ഇവർക്കുള്ളത്. അതിനുശേഷം 2 ഇയർ നമ്മള് PG ചെയ്യുന്നു, MBA ചെയ്യുന്നു. ഈ MBAയില് നമ്മളുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് CAT എക്സാം എഴുതി ക്വാളിഫൈഡ് ആയിട്ട് നല്ല റാങ്കുകളുള്ള 99% ഒക്കെ ഉള്ള കുട്ടികളുടെ കൂടെയാണ് നമ്മൾ പിന്നീടുള്ള 2 വർഷം നമ്മൾ കഴിയുന്നത്. നോക്കൂ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള 4 വർഷം മുമ്പിലുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മൾക്ക് ഭയങ്കര നെറ്റ്വർക്കിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫൈനൽ ഇയർ ആവുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ താഴെയായിട്ട് 4 ബാച്ചുകൾ ഉണ്ടായിരിക്കും. ഈ നെറ്റ്വർക്കിംഗ് തന്നെയാണ് ഈ IIMകളുടെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്. പിന്നീടുള്ള വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ക്രൗൺ പദവിയാണ്. ലോകത്തിലെ ആകെ 1% ആളുകൾക്കും മീൻസ് ബി സ്കൂളുകൾക്ക് മാത്രമാണ്, ലോകത്തിലെ 1% ബി സ്കൂളുകൾക്ക് മാത്രമാണ് ട്രിപ്പിൾ ക്രൗൺ പദവി ഉള്ളത്. ആ ട്രിപ്പിൾ ക്രൗൺ പദവി ലഭിച്ചിട്ടുള്ള ഒരു IIM ആണ് IIM ഇൻഡോർ. അതായത് ബ്രിട്ടീഷ് ബി സ്കൂൾ അസോസിയേഷന്റെയും അമേരിക്കൻ ബി സ്കൂൾ അസോസിയേഷന്റെയും അതേപോലെ യൂറോപ്യൻ ബി സ്കൂൾസ് അസോസിയേഷന്റെയും ഒക്കെ സംയുക്തമായിട്ടുള്ള ഒരു അംഗീകാരത്തിന്റെ ഒരു പദവിയെയാണ് ട്രിപ്പിൾ ക്രൗൺ പദവി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് IIM ഇൻഡോറിൽ എഴുതേണ്ട എക്സാമിന്റെ പേരാണ് IPM മാറ്റ്. IPM എന്ന് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നമുക്കറിയാം, നീറ്റ് എഴുതണമെങ്കിൽ JEE എഴുതണമെങ്കിൽ നമ്മൾക്ക് സബ്ജക്ട്സിൽ നല്ല നോളജ് ആയിരിക്കണം, നല്ല അറിവായിരിക്കണം. ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം, ബയോളജി വേണം. പക്ഷെ IPM പ്രോഗ്രാംസിന് നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് ആണ് അവര് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ
ഇവിടെ നമ്മളെ മെഷർ ചെയ്യാനായിട്ട്, ആപ്റ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാനായിട്ട് അവർ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയും ലോജിക്കലും അതേപോലെ വേർബൽ എബിലിറ്റിയുമാണ് ഞാൻ കൂടുതലായിട്ട് പിന്നീട് പറയുന്നതായിരിക്കും. നോക്കൂ, 150 സീറ്റ്സ് ആണ് IIM ഇൻഡോറിൽ ഉള്ളത്. ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് LPA എന്ന് പറയുന്നത് 30.2 ആണ്. 2023 largest package in IIM Indore was 1 crore 14 lakhs ആയിരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. സോ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ്, അതാണ് IPM 80 എന്ന് പറയുന്നത്. നമ്മൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ, നന്നായി ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഡൈവേർട്ടഡ് ആവാണ്ട് ടെസ്റ്റ് സീരീസ് ഒക്കെ വളരെ നന്നായി അറ്റൻഡ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടാവുന്നതാണ്. രണ്ടാമത്തെ IIM എന്ന് പറയുന്നത് IIM റോത്തക്കാണ്. ഇവര് IIM റോത്തക്ക് ഫോളോ ചെയ്യുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് റോത്തക് മാച്ച് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ആണ്. IPM 80 റോത്തക്കിന്റെ IP മാറ്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. They conduct their own entrance. അവിടെ 180+ സീറ്റ്സ് ആണ് ഉള്ളത്. ആവറേജ് LPA എന്ന് പറയുന്നത് 17.3 ആണ്. ഫീസ് എന്ന് പറയുന്നത് 25 lakhs to 30 lakhs ആണ്. ആ ഫീസിന്റെ കാര്യം പറയുമ്പോഴാണ് IIMകളിൽ ഫീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹയർ സൈഡ് ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും, എങ്ങനെ ഇത്രയധികം ഫീസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കുമെന്ന്. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഒരൊട്ടും സങ്കടം വേണ്ട. വൺസ് നമ്മൾക്ക് അഡ്മിഷൻ കിട്ടിയ അഡ്മിറ്റ് കാർഡ് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ നമ്മൾക്ക് ലോണ് തരാൻ റെഡിയാണ്. ഒരു പക്ഷേ പല ബാങ്കുകളും, നാഷണലൈസ്ഡ് ബാങ്കുകൾ നമ്മളെ വീട്ടിൽ വരെ തെരഞ്ഞു വരുന്ന അവസ്ഥയാണ്. ഏറ്റവും റെഡ്യൂസ്ഡ് റേറ്റിന് നമ്മൾക്ക് ലോണ് തരാൻ എല്ലാവരും റെഡിയാണ്. വൺസ് നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് റീപേയ്മെന്റിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അച്ഛന്റെയോ അമ്മയുടെയോ ഒന്നും നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് സ്ഥാപക ജംഗമ വസ്തുക്കളൊന്നും തന്നെ ജാമ്യമായിട്ട് ബാങ്കിന് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നോക്കൂ, ഇനി റോത്തക്കിന് ശേഷം നമ്മൾക്ക് IIM റാഞ്ചിയിലേക്ക് പോവാം. IIM റാഞ്ചി ഫോളോ ചെയ്യുന്നത് IPM ഇൻഡോറിന്റെ IP മാറ്റ് എൻട്രൻസ് സ്കോർ തന്നെയാണ്. ആ സ്കോർ കാർഡ് തന്നെയാണ് IIM റാഞ്ചി ഫോളോ ചെയ്യുന്നത്. അവിടെ 120 സീറ്റ്സ് ആണ് ഉള്ളത്. ഫീസ് റേഞ്ചസ് ഫ്രം 30 to 32 lakhs for 5 years. നോക്കൂ, IP മാറ്റ് എൻട്രൻസിന് നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് അഥവാ IIM ഇൻഡോർ കിട്ടിയിട്ടില്ലെങ്കിൽ he has the next opportunity, that is IIM റാഞ്ചി. ഇനി നമ്മൾക്ക് അടുത്ത IIMലേക്ക് പോവാം. സോ IIM ജമ്മു ആണ് ഇനി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മിനി IIMs എന്ന് പറയുന്ന IIM ജമ്മു, IIM ബോധ്ഗയ, ഇവിടെയും മാനേജ്മെന്റ് പഠനം നമ്മൾക്ക് സാധ്യമാണ്. അവര് ഫോളോ ചെയ്യുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് JIPMAT, ജോയിന്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് ആണ്. നോക്കൂ, JIPMATന്റെ IIM ജമ്മുയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഇന്റർവ്യൂസ് ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ എക്സാമിന്റെ സ്കോർ മാത്രം മതി. NTA ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 120 സീറ്റ് പ്ലസ് സീറ്റ്സ് ആണ് അവിടെ ഉള്ളത്. ആൻഡ് ആവറേജ് പാക്കേജ് മീൻസ് LPA എന്ന് പറയുന്നത് 15 ആണ്. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റി ആണ്. പെൺകുട്ടികൾക്ക് ഏകദേശം 5% സീറ്റ്സ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ഗുണം, ഒരു ഹാപ്പിനെസ് കൂടി ഈ കാര്യത്തില് പെൺകുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ IIM ബോധ്ഗയാണ്. IIM ബോധ്ഗയയും ഇതേപോലെ IIM ഇതേ എൻട്രൻസ് ആണ്, JIPMAT എൻട്രൻസ് ആണ് ഫോളോ ചെയ്യുന്നത്.
ഇവർക്കും ഇതേപോലെ എന്താ പറയാ ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ അവിടെ ഉണ്ട്. 120 സീറ്റ്സ് പ്ലസ് ആണ്. നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു MT ആണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇത്രയുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ നമ്മൾക്ക് MBA അല്ലെങ്കിൽ IPM പ്രോഗ്രാംസ് ഓഫർ ചെയ്തിരുന്ന IIM-കൾ. നമുക്കറിയാം ഈ വർഷം തൊട്ടിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്, വളരെയധികം ഹാപ്പിനെസ് നമുക്കുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആണ് IIM അമൃത്സറിന്റെ അനൗൺസ്മെന്റ് ഓഫ് IPM പ്രോഗ്രാം. IIM അമൃത്സറിന് നോക്കുകയാണെങ്കിൽ നോക്കൂ, IIM ഇൻഡോറിന്റെ അതേ സ്കോർ കാർഡാണ് IIM അമൃത്സറും ഫോളോ ചെയ്യുന്നത്. പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്. പക്ഷെ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ നമ്മൾക്ക് മാത്തമാറ്റിക്സ് നിർബന്ധമാണ്. മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. സീറ്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അവർ ഇതുവരെ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ എക്കണോമിക്സിലും എക്കണോമെട്രിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് ഈ UG പ്രോഗ്രാം ഇവരിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ഒരു പ്രോഗ്രാമാണ് അമൃത്സറിൽ ലോഞ്ച് ചെയ്യുന്നത്, ഈ വർഷം ലോഞ്ച് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ കുട്ടികളോടൊക്കെ തന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു IIM ഇൻഡോറിന്റെ ടെസ്റ്റിന് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2011 അവർ ഇൻഡോറിൽ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇവരുടെ പാറ്റേൺ ആണ് അല്ലെങ്കിൽ സ്കോർ കാർഡാണ് മിക്കവാറും എല്ലാ IIMs-ഉം ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ വർഷം IIM ഇൻഡോറിന് അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഒരു ഇയർ ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ്, നമ്മളിപ്പോ നീറ്റിന് വേണ്ടിയിട്ടും കീമിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ബ്രേക്ക് എടുക്കാറില്ലേ, റിപ്പീറ്റ് ചെയ്യാറില്ലേ, അതേപോലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമ്മൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു വർഷം നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്താൽ ഈസി ആയിട്ട് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമ്മൾക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ് വളരെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ. ഇനിയുമുണ്ട് നെക്സ്റ്റ് IIM എന്ന് പറയുന്നത് IIM ഷില്ലോങ് ആണ്. IIM ഷില്ലോങ് ഈ അടുത്ത് അനൗൺസ് ചെയ്തിട്ടേയുള്ളൂ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അതുകൊണ്ട് തന്നെ അവരുടെയും ടോട്ടൽ സീറ്റ്സ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഇവരും ഫോളോ ചെയ്യുന്നത് IIM ഇൻഡോറിന്റെ സ്കോർ കാർഡ് തന്നെയാണ് ഇവരും എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. IIM ഷില്ലോങ്ങിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് ഒന്നും കൂടി പറയാം. ഇതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ആവറേജ് പാക്കേജ് 27 ആണ് LPA എന്ന് പറയുന്നത് ഫോർ MBA സ്റ്റുഡൻസ്. ഫീസും ഇവർ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ലാസ്റ്റ് വീക്കിലാണ് IIM ഷില്ലോങ് IPM പ്രോഗ്രാം അനൗൺസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തതിലേക്ക് നോക്കാം. ഇനിയും ധാരാളം IIMs ലോഞ്ച് ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഷില്ലോങ് is already launched. നോക്കൂ, അമൃത്സർ is already launched. ഇനി നമ്മൾക്ക് ലോഞ്ച് ചെയ്യാനുള്ള നമ്മൾ കാത്തിരിക്കുന്നത് വൺ ഓഫ് ദ ബിഗസ്റ്റ് IIMs IIM ലക്നൗ ആണ്. നമുക്കറിയാം IIM ബാംഗ്ലൂരില് കഴിഞ്ഞ വർഷം അവര് ഓൺലൈൻ പ്രോഗ്രാം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇനി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ തന്നെ അവർ IPM പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ന്യൂസ് ആയിട്ട് നമ്മള് കേൾക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ എക്സ്ക്യൂസ് മീ അതേപോലെ തന്നെ ഇനിയും ധാരാളം IIMs ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനേക്കാൾ സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുണ്ട്. നോക്കൂ, ബ്ലാക്കിസ് നോക്കൂ, ബ്ലാക്കിസ് എന്ന് കണ്ടിട്ടുണ്ടാവും. B ബാംഗ്ലൂർ, L ലക്നൗ, A അഹമ്മദാബാദ്, C കൽക്കട്ട, K കോഴിക്കോട്, I ഇൻഡോർ, L ഷില്ലോങ്. നമ്മളുടെ
ഇന്ത്യയിലെ 23 IIM-കളിൽ വെച്ചിട്ട് ഏറ്റവും റാങ്കിങ് ഉള്ള 7 IIM-കളാണ് ബ്ലാക്കിസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്നത്. അതില് IIM ബാംഗ്ലൂർ ഇപ്പോ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ലക്നൌവിനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അഹമ്മദാബാദ് നിയർ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കോഴിക്കോട് നമ്മൾക്ക് വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യമുണ്ട്. കോഴിക്കോട് ഈ വർഷത്തില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 4 year ഓണേഴ്സ് പ്രോഗ്രാം എന്നുള്ളതാണ് ന്യൂസ്. പിന്നെ നോക്കൂ, ഇൻഡോറില് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ഷില്ലോങ്ങില് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 2011 തന്നെ ഇൻഡോറിൽ സ്റ്റാർട്ട് ചെയ്തു. ഈ വർഷം കോഴിക്കോടും ഷില്ലോങ്ങും ഇതിന്റെ പുറകെ പോയിരിക്കുകയാണ്. ഈ നിയർ ഫ്യൂച്ചർ നമുക്കറിയാം, ഇന്ന് JEE പോലെ തന്നെ IIT-കൾ പോലെ തന്നെ ഓൾമോസ്റ്റ് ഓൾ IIM-കളിലും ഈ IPM പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും IIM-ന്റെ ബ്രാൻഡോട് കൂടിയിട്ട് തന്നെ നമ്മൾക്ക് എക്സാം എന്താ പറയാ പുറത്തിറങ്ങാനായിട്ട് പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി നോക്കൂ, നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോണത്. ധാരാളം IIM-കൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, ഇനിയും ലോഞ്ച് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പൊ നമ്മൾക്കൊന്ന് നോക്കാം ഏതൊക്കെ ടെസ്റ്റുകളാണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഫിസിക്സ് വേണ്ട, കെമിസ്ട്രി വേണ്ട, ബയോളജി വേണ്ട, എക്കണോമിക്സ് വേണ്ട. പിന്നെ എന്താണ് നമ്മൾക്ക് വേണ്ടത്? നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് ആപ്റ്റിറ്റ്യൂഡാണ് അവര് നമ്മൾക്ക് മെഷർ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി MCQ, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഷോർട്ട് ആൻസർ ടൈം ആൻഡ് വെർബൽ എബിലിറ്റി MCQ. ഇങ്ങനെയാണ് IIM ഇൻഡോറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി MCQ-ല് 40 numbers of questions ആണ് ഉണ്ടാവുക. 150 മാർക്സിന് 40 minutes ആണ്. ഷോർട്ട് ആൻസർ ടൈമിന് 20 questions ആണ് ഉണ്ടാവുക of 80 minutes and of 40 marks. വെർബൽ എബിലിറ്റിക്ക് 40 questions ആണ് ഉണ്ടാവുക, 160 മാർക്സിന് of 40 minutes. നോക്കൂ, നമുക്ക് 8, 9, 10 ക്ലാസ്സുകളില് മാത്സ് പഠിക്കാത്തവരാരും ഇല്ലല്ലോ. അവർക്കൊക്കെ തന്നെയും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറച്ച് നന്നായി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിപ്പറേഷനായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗമാക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഷോർട്ട് ആൻസർ ടൈം +1 +2-ലെ ചെറിയ കുറച്ച് പോർഷൻസ് ആണ് ഈ ഷോർട്ട് ആൻസർ ടൈപ്പിൽ വരും. വെർബൽ എബിലിറ്റി ഇംഗ്ലീഷ് ആണ്. നമുക്കറിയാം കോംപ്രിഹെൻഷൻ പാറ്റേൺ അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ പാസേജുകളും ഗ്രാമറുകളും ഒക്കെയാണ് ഈ ഏരിയയിൽ വരുന്നത്. നന്നായി സ്പീഡില് ഇംഗ്ലീഷ് വായിക്കാനായിട്ട് ഭയങ്കര സ്പീഡ് ഇംഗ്ലീഷാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇംഗ്ലീഷിന് നമ്മൾ വളരെയധികം സമയം നമ്മളുടെ സ്പീഡ് കൂട്ടാനായിട്ട്, റീഡിങ് സ്പീഡ് കൂട്ടാനായിട്ട് ചെലവാക്കേണ്ടതുണ്ട്. ഇത് നോക്കൂ, ഏത് ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സ്ട്രീമിൽ പെട്ടവരായിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് സ്ട്രീമില്, ഏത് സ്ട്രീമിൽ പെട്ട ആളുകൾക്കും IPM പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നോക്കൂ, നമ്മൾക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. IP മാറ്റിന് 4 മാർക്കാണ് ളുടെ റോത്തക്ക് പറഞ്ഞിട്ട് ഞാൻ നെഗറ്റീവ് സ്കോറിലേക്ക് കിടക്കാം. റോത്തക്ക് നമ്മൾ പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി MCQ, ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, വെർബൽ എബിലിറ്റി ഉണ്ട്. ഇതേ പാറ്റേൺ തന്നെയാണ് പോകുന്നത്. 40 questions ആണ് എല്ലാത്തിനും ചോദിക്കുന്നത്. 2 hours ആണ് നമ്മൾക്ക് എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത്. നോക്കൂ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ജിപ്മാറ്റ് ആണ്. ജിപ്മാറ്റ് ജമ്മു ബോർഡ് NTA നടത്തുന്ന എക്സാം ആണ്. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് MCQ-ൽ നിന്ന് 33 questions, ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗിൽ നിന്ന് 33 questions, വെർബൽ എബിലിറ്റിയിൽ നിന്ന് 34 questions ആണ് ഉള്ളത്.
ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതാണ് മേജർ ആയിട്ടുള്ള 3 എൻട്രൻസുകൾ എന്ന് പറയുന്നത്. നോക്കൂ, മാർക്കിംഗ് സ്കീമിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസറിന് 4 മാർക്സ് ആണ്. ഒരു തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ഇനി അതേപോലെ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് 1 മാർക്കും നമ്മൾക്ക് പോണതല്ല എന്നുള്ളതാണ് മാർക്കിംഗ് സ്കീം. നോക്കൂ, എക്സിറ്റ് ഓപ്ഷൻ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എക്സിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സിറ്റ് ഓപ്ഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. 12 ഡിഗ്രി പ്രോഗ്രാം ആണ് IPM. 3 വർഷത്തെ ഗ്രാജുവേഷനും 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷനും അടങ്ങിയ പ്രോഗ്രാം ആണ് IPM എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, പറയാണ്. അപ്പോ 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾക്ക് തോന്നുകയാണ് നമ്മളുടെ ഗ്രോത്ത് ഒക്കെ ഭയങ്കര മിടുക്കന്മാരായിട്ടുണ്ട് നമ്മള്. ഇനി നമ്മൾക്ക് IIM ഇൻഡോർ വേണ്ട, നമ്മൾക്ക് IIM ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ IIM അഹമ്മദാബാദിലോ ആണ് ഇനി പഠിക്കേണ്ടത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ചെക്ക് ക്യാറ്റ് എഴുതാം. എന്നിട്ട് നമ്മൾക്ക് അഹമ്മദാബാദിലോ ബാംഗ്ലൂരിലോ നമ്മൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അതല്ല, എനിക്ക് ഹാർവാർഡോ സ്റ്റാൻഫോർഡോ ആണ് വേണ്ടത് എങ്കിൽ നമ്മൾക്ക് അങ്ങനെയും 3 വർഷത്തിന് ശേഷം നമ്മൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. 3 വർഷത്തിന് ശേഷം നമ്മൾക്ക് എവിടെയും അഡ്മിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2 വർഷം കേട്ടോ, 2 വർഷത്തിന് ശേഷം നമ്മൾ ട്രൈ ചെയ്തു, കാറ്റിന് നല്ല സ്കോർ കിട്ടിയില്ല, നമ്മൾക്ക് ഹാർവാർഡിലും സ്റ്റാൻഫോർഡിലും കിട്ടിയില്ല, സിവിൽ സർവീസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെയൊക്കെ ആണെങ്കിൽ തിരിച്ചു വന്നിട്ട് നമ്മൾക്ക് ഈ IPM പ്രോഗ്രാമിന് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾക്ക് IIM ഇൻഡോറിൽ നിന്ന് തന്നെ MBA കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ എക്സിറ്റ് ഓപ്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത ഉണ്ടാവും, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? യെസ്, നോക്കൂ, നിരുപമ, നമ്മളുടെ മലപ്പുറം ജില്ലക്കാരിയായിട്ടുള്ള നിരുപമയെ കുറിച്ച് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാല് നിരുപമ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് മെഡിസിനാണ്. നീറ്റില് ഈ കേരള 8th റാങ്ക് ആയിരുന്നു നിരുപമയ്ക്ക് ഉണ്ടായിരുന്നത്. എയിംസിൽ അഡ്മിഷൻ കിട്ടി. നിരുപമ അതിന്റെ കൂടെ തന്നെ IP മാറ്റ് എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു, IP മാറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിരുപമ പറഞ്ഞു എനിക്ക് എയിംസിൽ വേണ്ട, എനിക്ക് IPM ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം ആള് IIM ഇൻഡോറിൽ ജോയിൻ ചെയ്തു. 3 വർഷത്തിന് ശേഷം നമ്മള് നിരുപമ ക്യാറ്റ് എഴുതി. ഇന്ന് നിരുപമ ഉള്ളത് IIM ബാംഗ്ലൂരിലാണ്. നിരുപമ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ധാരാളം പേര് എക്സിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ബാംഗ്ലൂർ കിട്ടി, എന്റെ ഫ്രണ്ട്സില് കുറെ പേർക്ക് ആന്റി കിട്ടിയിരിക്കുന്നത് IIM അഹമ്മദാബാദ്. ഞാൻ നിരുപമയോട് ചോദിച്ചു, നിരുപമ നീറ്റും IPM 2 എക്സ്ട്രീംസിലുള്ള 2 എന്താ പറയാ മീൻസ് പ്രിപ്പയർ ചെയ്തത് നീറ്റിനും ചൂസ് ചെയ്തത് IPM. നിരുപമ എന്നോട് പറഞ്ഞു, ഞാൻ വളരെ ഹാപ്പിയാണ് ആന്റി, ഞാന് ഇപ്പോ ടാറ്റയില് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരുപമയെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം, അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഇനി ഹൈറ്റ്സില് അടുത്ത 1 വർഷത്തിന് ശേഷം ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ PG കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ആയി നിരുപമ വളരെ ഹൈറ്റ്സിൽ എത്തുമ്പോൾ നമ്മൾക്കൊരു മെന്ററായിട്ട് ഒരു പക്ഷേ നിരുപമയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് പറയാനായിട്ട് വളരെയധികം സന്തോഷം തോന്നുകയാണ്. നോക്കൂ, എലിജിബിലിറ്റി എത്ര പെർസെന്റേജ് ഓഫ് മാർക്സ് ആണ് നമ്മൾക്ക് +2 വേണ്ടത്? ജനറൽ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾക്ക് 60% മാർക്കോട് കൂടിയിട്ട് 10th and 12th എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. നോക്കൂ, മാർക്സിന്റെ കൺസിസ്റ്റൻസി വളരെ എസെൻഷ്യൽ ആണ്. 10th ഫുൾ A+, 12th ഒരു A+ ഇല്ലെങ്കിൽ യു ആർ നോട്ട് കൺസിസ്റ്റന്റ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിരിച്ചാടിയ കുഴപ്പമില്ല,
10ാം ക്ലാസ്സിലെ ഒരു A+ 12th ആയപ്പോഴേക്കും നിങ്ങൾക്ക് ഫുൾ സ്കോർ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി നൈസ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 55% ആണ് നമ്മൾക്ക് മാർക്സ് വേണ്ടതായിട്ടുള്ളത്. ഇനി നോക്കൂ, ധാരാളം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് IPM പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. അതെ, ഈ IP MAT സ്കോർ കാർഡാണ് അവരും ഇൻഡോറിന്റെ സ്കോർ കാർഡാണ് അവരും യൂസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് IIFT കാക്കിനാട. നോക്കൂ, അവര് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് MBA ഇന്റർനാഷണൽ ബിസിനസ്സിലാണ്. വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നോക്കൂ, ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് 67. പക്ഷേ ഇന്റർവ്യൂ ഇല്ല. നിർബന്ധമാണ് മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം എന്നുള്ളത്. ആവറേജ് LPA 29 lakhs. ഫീസ് വരുന്നത് 30 to 35 lakhs ആണ്. വളരെ നല്ല ഇന്റർനാഷണൽ ബിസിനസ്സില് വളരെയധികം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് IIFT കാക്കിനാട. നിങ്ങൾക്ക് യു ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ്. ഇറ്റ് ഈസ് വെരി ഗുഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നഴ്സർ IPM. ചില കുട്ടികളൊക്കെ പറയും ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ലോ. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഇവരുടെ ബേസിക് ഡിഗ്രി എന്താണ്, അത് നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണോ. നമുക്കറിയാം നഴ്സർ is one of the top ranking law universities in Hyderabad. നാഷണൽ യൂണിവേഴ്സിറ്റി, ലോ യൂണിവേഴ്സിറ്റി ആണ്, ഹൈദരാബാദിലാണ് സിറ്റുവേറ്റഡ്. They are offering 66 seats ആണ് അവിടെ കൊടുക്കുന്നത്. IP MAT ഇൻഡോറിന്റെ സ്കോർ കാർഡ് അവർ എടുക്കുന്നുണ്ട്. അതേപോലെ NMAT UG എക്സാമും അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ലോയിൽ അണ്ടർ ഗ്രാജുവേറ്റ്, ലോയിൽ ഫോക്കസ് ചെയ്തിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ MBA ആണ് അവരുടെ സ്ട്രീം എന്ന് പറയുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് ഇതും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു മേഖലയാണ്. സർ സൽമാൻ, PPT CGD ആണ് വരുന്നത്. ഏതായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. സിജിയുടെ പോസ്റ്റർ ആണ് കേട്ടോ അപ്പൊ വന്നിരിക്കുന്നത്. എനിക്ക് ഓഡിയൻസിനെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. NFSU IPM, നമ്മുടെ ഫോറൻസിക്സ് യൂണിവേഴ്സിറ്റിനെ, നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഫോറൻസിക് സയൻസ് കുട്ടികള് ധാരാളം ചോദിക്കുന്ന ഒരു വിഷയവും. പക്ഷെ നമ്മൾ എപ്പോഴും പറയും ഡോണ്ട് ഓപ്റ്റ് ഫോറൻസിക് സയൻസിലേക്ക് പോകണ്ട എന്നുള്ളതൊക്കെ പറയും. പക്ഷെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നല്ല ഒരു ഓപ്ഷൻ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയും ഇതേപോലെ BBA MBA പ്രോഗ്രാം ഉണ്ട്. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇൻ ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലാണ് അവരുടെ BBA പ്രോഗ്രാമിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. NCAT എന്ന് പറയുന്ന എക്സാം ആണ് അവര് സ്വീകരിക്കുന്നത്. ആൻഡ് ഓൾസോ പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്. 40 സീറ്റ്സ് ആണുള്ളത്. NFSU നല്ല പ്ലേസ്മെന്റ് ഉള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഇപ്പോ അറിയപ്പെടുന്നത്. കുറെ കുട്ടികൾ ചോദിക്കാറുണ്ട് ഫോറൻസിക് സയൻസ് ഇൻവെസ്റ്റിഗേഷൻ മേഖലയിലേക്ക് ഒക്കെ പോവാനായിട്ട് താല്പര്യം ഉണ്ട് എന്നുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഓപ്ഷനാണ് NFSU. ഇവിടുത്തെ പ്രത്യേകം നമ്മ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ 35 ലക്ഷം ഫീസാണ് 35 ലക്ഷം ഫീസാണ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് 7 lakhs ആണ് 5 വർഷത്തിന്റെ ഫീസ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേകതയാണ്. ഇനി നമ്മൾക്ക് അടുത്ത IPM പ്രോഗ്രാമിലേക്ക് നോക്കാം. ദാറ്റ് ഇസ് നിർമ്മ യൂണിവേഴ്സിറ്റിയുടെ IPM പ്രോഗ്രാം ആണ്. നിർമ്മ യൂണിവേഴ്സിറ്റി IP MAT ഇൻഡോറിന്റെ സ്കോർ കാർഡ് തന്നെയാണ് എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റ്സ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. 240+ സീറ്റ്സ് ഉണ്ട്. അതേപോലെ ഇവിടെ ഫീസ് എന്ന് പറയുന്നത് 20 to 21 lakhs ആണ്. ഇനി നെക്സ്റ്റ് വീക്കെൻഡ് താപ്മി IPM പ്രോഗ്രാം മണിപ്പാൽ ക്യാമ്പസിലാണ് ഉള്ളത്. 60+ സീറ്റ്സ് ആണുള്ളത്. 18 to 20 lakhs ആണ് 5 yearsന് നമ്മൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് നല്ല പ്ലേസ്മെന്റ് ഉള്ള ഒരു സ്ഥാപനം തന്നെയാണ് താപ്മി മണിപ്പാൽ.
പിന്നെ അടുത്തത് IFMR ചെന്നൈയാണ്. നമ്മള് ക്രയ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. ക്രയ യൂണിവേഴ്സിറ്റി നടത്തുന്ന IPM പ്രോഗ്രാമാണ് IFMR. IPM എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അവർ നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതേപോലെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. 60+ സീറ്റ്സ് ആണ് ഉള്ളത്. നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നാണ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ പറഞ്ഞത്. നല്ല പ്ലേസ്മെന്റ് റിപ്പോർട്ട്സ് ആണ് അവിടെ വരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ അവിടെ ചേർന്ന കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസ്, ദേ ആർ വെരി ഹാപ്പി വിത്ത് IFMR ചെന്നൈ. നെക്സ്റ്റ് വൺ നോക്കൂ, അടുത്തതിലേക്ക് നമ്മൾക്ക് പോവാം. അടുത്ത IPM വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു IPM പ്രോഗ്രാമാണ് മാസ്റ്റേഴ്സ് യൂണിയന്റെ IPM പ്രോഗ്രാം എന്ന് പറയുന്നത്. ദേ കണ്ടക്ട് ദെയർ ഓൺ എൻട്രൻസ് ടെസ്റ്റ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്റ്റാറ്റിന്റെ സ്കോറും പേഴ്സണൽ ഇന്റർവ്യൂവുമാണ് മാസ്റ്റേഴ്സ് യൂണിയൻ ഫോളോ ചെയ്യും. ഒരു പക്ഷേ IIMRകൾക്ക് ഈക്വൽ ആയിട്ടോ അതിനേക്കാൾ മുകളിലായിട്ടോ ഉള്ള പാക്കേജ് ആണ് അവിടുത്തെ കുട്ടികൾക്ക് കിട്ടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് സാലറി പാക്കേജ് 34 lakhs ആണ് അവർ പറയുന്നത്. ആൻഡ് ഫീസ് ഭയങ്കര ഹയർ സൈഡ് ആണ്. 58 lakhs ആണ് ഫോർ 5-year പ്രോഗ്രാമിനുള്ളത്. ഇവിടെ ടെസ്റ്റില് ഇവരുടെ മാസ്റ്റേഴ്സ് യൂണിയന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഉണ്ട്, അതേപോലെ ഗെയിമിംഗ് ഒരു വിഷയമാണ്, ആൻഡ് ഓൾസോ വെർബൽ എബിലിറ്റി ഓൾസോ എ വിഷയമാണ് ഇവരുടെ എൻട്രൻസ് ടെസ്റ്റിലുള്ളത്. ഓക്കെ, അപ്പോ ദീസ് ആർ ദ IPM പ്രോഗ്രാംസ് പ്രൊവൈഡഡ് ബൈ other institutes other than IIMs. ഇനി നമ്മൾക്ക് ടോപ്പ് BBA BMS പ്രോഗ്രാംസ് ഒന്ന് നോക്കാം. ധാരാളം നമ്മളുടെ ഫേമസ്, നമ്മളുടെ കോഴിക്കോട്ടുകാരുടെ സ്വന്തം IIM ആയിട്ടുള്ള IIM കാലിക്കറ്റ് ലിബറൽ ആർട്സിലാണ് 4-year പ്രോഗ്രാം ആയിട്ട് ഈ വർഷം അനൗൺസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. കൊച്ചി ക്യാമ്പസിലായിരിക്കും എന്നാണ് പറയുന്നത്. സ്റ്റിൽ പ്ലാനിംഗ് ഇസ് ഗോയിങ് ഓൺ. they will conduct their own entrance test എന്നാണ് പറയുന്നത്. ആൻഡ് എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ്. സോ IP മാറ്റിന് ഇതേവരെ ഇൻഡോർ അപ്ലൈ ചെയ്യാത്ത, ടെസ്റ്റിന് അപ്ലൈ ചെയ്യാത്ത കുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. IIM കാലിക്കറ്റ് ഇതേവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ആൻഡ് they are conducting their own entrance എന്ന് പറയുന്നത്. കാലിക്കറ്റിനെ കുറിച്ച് നമ്മൾക്ക് ആദ്യമൊക്കെ നമ്മൾ ABC, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട എന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പൊ ABK ആണ്. കാലിക്കറ്റ് ആണ് NIRF റാങ്കിങ്ങില് 3rd ആയിട്ട് വരുന്നത്. സോ കാലിക്കറ്റ് നമ്പർ 3 ആണ് ഓൾ ഇന്ത്യ ലെവൽ IIM റാങ്കിങ്ങില്. അവിടെ നമ്മൾക്കൊരു ബാച്ചിലേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ലിബറൽ ആർട്സിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇനി പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഏത് 4-year പ്രോഗ്രാമാണ്, ഏത് വർഷവും എക്സിറ്റ് ആവാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ എക്സിറ്റ് ആയാൽ വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്. സെക്കൻഡ് ഇയറിലാണ് നമ്മൾ എക്സിറ്റ് ആവണമെന്ന് വിചാരിച്ചാൽ വി ഗെറ്റ് എ ഡിപ്ലോമ. തേർഡ് ഇയറിലാണ് എക്സിറ്റ് ആവുന്നതെന്ന് വിചാരിച്ചാൽ വി ഗെറ്റ് എ ഡിഗ്രി. ഓക്കെ, 4 ഇയറിലാണെങ്കിൽ ഹോണേഴ്സ് ആണ് നമ്മൾക്ക് അവരെ അവാർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കൂ, അടുത്ത IIM. അപ്പൊ നമ്മൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കാലിക്കറ്റിലെ കാര്യം പറയാൻ. IIM സിറപ്പൂർ കഴിഞ്ഞ വർഷം തന്നെ BMS പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് IP മാറ്റ് ഇൻഡോറിന്റെ സ്കോർ തന്നെയാണ് എടുക്കുന്നത്. ഇന്റർവ്യൂ ഉണ്ട്. സിറമൂറിലും BMS പ്രോഗ്രാം ആണ്. സിറമൂറും അനൗൺസ് ചെയ്തിട്ടുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ വെച്ചാല് 3rd ഇയറില് ഹോണേഴ്സ് ആണ്. 4th ഇയറില് CGPA 8 ആണെങ്കിൽ ഡയറക്റ്റ് എൻട്രി ആണ്, വിത്തൗട്ട് കാറ്റ് എഴുതാണ്ട് ഡയറക്റ്റ് എൻട്രി ആണ് ഫോർ IPM പ്രോഗ്രാം എന്നാണ് പറയുന്നത്. CGPA 8 ആയിരിക്കണം എന്നുള്ളതാണ് അവരുടെ അനൗൺസ്മെന്റ്. ഇതും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നെക്സ്റ്റ് മിനി IIM എന്നതിൽ പെടുന്നതാണ് IIM സിറമൂർ. ഓക്കെ, നെക്സ്റ്റ് വൺ സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. They also provide BBA programs.
അവരുടേതായിട്ടുള്ള ടെസ്റ്റ് ആണുള്ളത്. SET എന്ന് പറയുന്ന എക്സാം ആണ് സിംബയോസിസ് ഫോളോ ചെയ്യുന്ന BBAക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, മാസ്റ്റേഴ്സ് യൂണിയനും ഇതേപോലെ BBA പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, UG പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഈവൻ അവരുടെ സ്കോർ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് യൂണിയന്റെ പാക്കേജ് UG പ്രോഗ്രാമിന് വരെ 20 to 30 LPA എന്നാണ് അവര് പറയുന്നത്. സൈറ്റില് അവരുടെ മാസ്റ്റേഴ്സ് യൂണിയന്റെ സൈറ്റിൽ കാണുന്നത്. നെക്സ്റ്റ് വൺ നോക്കൂ, അടുത്തത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, നമുക്ക് അറിയുന്നതാണ്. they also conduct their own entrance test for BBA program. Next one, നോക്കൂ, നമ്മളുടെ കയ്യില് കാശൊക്കെ കുറവാണ്, നമ്മൾ ഭയങ്കര മിടുക്കരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സെൻട്രൽ യൂണിവേഴ്സിറ്റി CUT എൻട്രൻസ് എഴുതിയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയില് ഷഹീദ് സുഖദേവ് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസില് നമ്മൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീസ് 3 വർഷത്തിന് 60 തൊട്ടിട്ട് 90,000 രൂപ മാത്രമേ നമുക്ക് ചെലവാകും. പാക്കേജ് നല്ല പാക്കേജാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ഷഹീദ് സുഖദേവ് കോളേജിലുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ നിങ്ങളെ നേരത്തെ നിരുപമയെ കാണിച്ചു തന്നല്ലേ, നിരുപമയ്ക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് IIM ബാംഗ്ലൂരിലാണ് MBAക്ക്. നമ്മള് IIM അഹമ്മദാബാദിലേക്കുള്ള CAT എൻട്രൻസ് എഴുതിയിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ അഡ്മിഷൻ കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ എവിടെയെന്ന് നിന്നുള്ള കുട്ടികളാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ, ഷഹീദ് സുഖദേവ് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്. ധാരാളം കുട്ടികൾ, കാരണം അവരത് ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് വൈബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. CAT എഴുതി അഹമ്മദാബാദിലും ബാംഗ്ലൂരിലും കിട്ടാനുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ഓളത്തിൽ പോകുമ്പോൾ ആ ഓളത്തിനനുസരിച്ച് നമ്മൾ നീങ്ങുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ ഇത്രയും അധികം റിസൾട്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. NMIMS മുംബൈയില് BBA പ്രോഗ്രാം ഉണ്ട്. They conduct their own entrance test. താപ്മിയില് BBA പ്രോഗ്രാം, ബാംഗ്ലൂർ താപ്മിയിലാണ് BBA പ്രോഗ്രാം ഉള്ളത്. IPMAT ഇൻഡോർ സ്കോർ കാർഡ് ആണ് അവരെടുക്കുന്നത്. 4 year പ്രോഗ്രാംസ് ആണ് അവര് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സേവിയസ് മുംബൈ കോളേജ് മുംബൈയില് BMS പ്രോഗ്രാം ഉണ്ട്. They conduct their own entrance examination and personal interview ഉണ്ട്. നെക്സ്റ്റ് വൺ, ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞിട്ടുള്ള കുറെ സ്പീഡിലൊക്കെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക, എന്നാലും നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ചിലപ്പോൾ കുറെ സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഉള്ള എല്ലാ സംശയങ്ങളും ഞാനിവിടെ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾക്ക് ഇവിടെ സംശയങ്ങളെ ക്ലിയർ ചെയ്യാനായിട്ട് ഇനി സമയം യൂസ് ചെയ്യാം. ഏതായാലും എനിക്കൊന്നേ പറയാനും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാനിപ്പോ ഒരു +2 സ്റ്റുഡന്റ് ആയിരുന്നു, ഞാൻ ഏറ്റവും അധികം പ്രിപ്പയർ ചെയ്യുന്നത് IPM പ്രോഗ്രാമിലേക്ക്. എന്റെ കുട്ടികളെ, എന്റെ മക്കളെ, എന്റെ സ്റ്റുഡൻസിനോട് വളരെ ആവേശത്തില് ഞാൻ എപ്പോഴും പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോ വലിയ ടെൻഷൻ ഇല്ലാണ്ട് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് IPMAT ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IPM ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നോക്കൂ, IPM-ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് കുറച്ച് ഈസി ആയിട്ട് ജനറൽ പേപ്പേഴ്സ്, CUT-യുടെ ജനറൽ പേപ്പേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലാറ്റിന് പോവാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അതേപോലെ ക്ലാറ്റിന്റെ എല്ലാ ജനറൽ പേപ്പേഴ്സ് ഒക്കെ തന്നെയും ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ലീഗൽ റീസണിങ് എന്നുള്ള പേപ്പറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയായിരിക്കും പിന്നീട്. അപ്പോ ഈ മേഖലയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു പ്രിപ്പറേഷൻ ആണ് IPMAT പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്.
IPF ഇൻഡോറിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക്, ബാക്കി റോത്തക്ക് ആയിക്കോട്ടെ, ജമ്മു ബോർഡ് ആയിക്കോട്ടെ, വേറെ ഇനിയിപ്പോ കാലിക്കറ്റിലെ എൻട്രൻസ് ഉണ്ട് എന്ന് പറയുന്നത്, അതൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് ഫേസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. നന്നായി എൻജോയ് ചെയ്ത് പക്ഷെ ഒരിക്കലും നമുക്കറിയാം ഇത്രയധികം പ്ലേസ്മെന്റ് ഒക്കെ ഇത്രയധികം പാക്കേജോട് കൂടിയിട്ടുള്ള പ്ലേസ്മെന്റ് കിട്ടുമ്പോ ഈസി ആയിരിക്കില്ല. വളരെയധികം നമ്മൾക്ക് പണിയെടുക്കാനുണ്ടായിരിക്കും, വളരെയധികം നമ്മൾ ഡെവലപ്പ് ചെയ്യാനുണ്ടായിരിക്കും, വളരെയധികം നമ്മൾക്ക് ഗ്രോ ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു കരിക്കുലമാണ് IPM പ്രോഗ്രാമിന്റെ കരിക്കുലം എന്നുള്ളത്. നിങ്ങളോട് വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ പറയുകയാണ്. താങ്ക് യു. ഇനി നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് റിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു നിഷ മാം. വളരെ വിശദമായി, വളരെ ഡീറ്റെയിൽ ആയിട്ട് ചില മാതൃകകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളോട് സംവദിച്ച നിഷ മാഡത്തിന് എല്ലാവിധ നന്ദിയും CG കരിയർ ഡിപ്പാർട്ട്മെന്റ് പേരിൽ അറിയിക്കുകയാണ്. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഈ വിഷയവുമായിട്ട് സംബന്ധിച്ച് ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ മറ്റ് കരിയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ തന്നെയും കരിയർ കൗൺസിലേഴ്സ് ഈ സൂമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ കരിയർ കൗൺസിലർ സക്രിയ സാറും അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമ്മളൊരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നിലവിൽ 4 ഡൗട്ട്സ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഞാനിവിടെ വായിക്കാം. അത് ചോദിച്ച ആളുകൾ ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തത് ഇഷിത, +2 കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. വെൻ ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫോർ IIM ഇൻഡോർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിഷ മാം. IIM ഇൻഡോറിന്റെ ആപ്ലിക്കേഷൻസ് IP മാറ്റ് എൻട്രൻസിനുള്ള ആപ്ലിക്കേഷൻ നോട് കൂടിയിട്ട് ഇൻഡോർ കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത വർഷത്തിന് നമ്മൾക്ക് ട്രൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് April 1st ആയിരുന്നു. April 1st ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. നമ്മള് പല ഗ്രൂപ്പുകളിലും കുട്ടികളൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആണ് എന്നുള്ളത്. നമുക്ക് കാലിക്കറ്റ് ട്രൈ ചെയ്യാം. അത് ഇനിയിപ്പോ നമ്മളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, മറ്റൊരു ചോദ്യം ജോവിത്, +2 വിദ്യാർത്ഥിയാണ്. IIMT കാക്കനാട് IIFT കാക്കിനാട് അഡ്മിഷൻ എങ്ങനെയാണ്, കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നാണ്. ജസ്റ്റ് ആൾ ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്ന. ജോവിത്. IIFT കാക്കിനാട് ജോവിത് ഇതിൽ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. മിസ്, അതെങ്ങനെയാണ് അതിന്റെ അഡ്മിഷൻ ഒന്ന് അറിയാനായിരുന്നു. IIFT കാക്കിനാട. നമ്മള് മാത്സ് പഠിച്ചിട്ടുണ്ടോ? മാത്സ് നിർബന്ധമാണ് കേട്ടോ. ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. BBA ബിസിനസ് അനലിറ്റിക്സ് ആണ് നമ്മളുടെ BBA പ്രോഗ്രാം ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിന് സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും എക്കണോമെട്രിക്സും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് മാത്സ് പഠിച്ച കുട്ടി ആയിരിക്കണം എന്ന് പറയുന്നത്. MBA വരുന്നത് ഇന്റർനാഷണൽ ബിസിനസ്സിലാണ്. MBA IPM പ്രോഗ്രാം നടക്കുന്നത് കാക്കിനാട ക്യാമ്പസിലാണ്. അവർക്ക് ഓൾറെഡി ഡൽഹി ക്യാമ്പസും ഉണ്ട്. ഓക്കെ, നല്ല പാക്കേജും നല്ല പ്ലേസ്മെന്റും ആണ് IIFTക്ക് ഉള്ളത്. അതിന്റെ എൻട്രൻസ് ആണോ അഡ്മിഷൻ? നമ്മള് IP മാറ്റിന്റെയാണ് സ്കോർ കാർഡ് ഉപയോഗിക്കുന്നത്. ഇൻഡോറിന്റെ എൻട്രൻസിന്റെ സ്കോർ കാർഡ് തന്നെയാണ് IIFT കാക്കിനാടയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഡേറ്റ് കഴിഞ്ഞോ? നമുക്ക് ഇപ്പൊ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇപ്പൊ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. April 1st ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് പക്ഷെ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത വർഷത്തിന് നോക്കൂ. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നല്ല റിഗ്രസീവ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്.
അപ്പം നമുക്ക് അടുത്ത വർഷം നല്ല റാങ്ക് 1 ഒക്കെ കിട്ടാനായിട്ടുള്ള പ്രിപ്പറേഷനോട് കൂടിയിട്ട് ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓ, ഇതിന് കോച്ചിങ് കൊടുക്കുന്ന സെന്റേഴ്സ് ഏതെങ്കിലും? ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ 100 പേര് പരീക്ഷ എഴുതുന്നുണ്ട് എന്ന് വിചാരിക്കാം. IPM എക്സാം എഴുതുന്നുണ്ടെങ്കിൽ, ഇൻഡോറിന്റെ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അതിൽ 80 പേരും പ്രിപ്പയർ ചെയ്യാതെയാണ് എഴുതുക. അതൊരു കാര്യമില്ല. 20 പേര് പക്ഷെ നന്നായി പ്രിപ്പയർ ചെയ്ത് എഴുതും. ആ 20 പേരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത്. മനസ്സിലായോ? നമ്മൾ നേരത്തെ കാറ്റ് എക്സാമിന് ഏകദേശം 3.5-4 ലക്ഷത്തോളം ആപ്ലിക്കൻസ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോൾ ഇവിടെ IPM പ്രോഗ്രാമിന് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഏകദേശം 30,000, ഇപ്പൊ ഈ വർഷം 50,000 ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ മാം, പറഞ്ഞോളൂ. ഇതിനേതെങ്കിലും നമുക്ക് ഇങ്ങനെ ഇവിടെ തന്നെ അങ്ങനത്തെ കോച്ചിങ് സെന്റേഴ്സിനോട് നമ്മൾ ഇത് അന്വേഷിക്കുമ്പോൾ ഇതിന്റെ എന്തെങ്കിലും ക്രൈറ്റീരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിങ്ങനെ BBAയുടെയോ അങ്ങനത്തെ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടല്ലേ? കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് ഏത് സ്റ്റേറ്റിലാണ് എന്ന് കൂടി ഒരു മെൻഷൻ ചെയ്തിരുന്നു. കാക്കിനാഡ എന്ന് പറയുമ്പോൾ കാക്കനാട് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അനിഷ മാം ലെഫ്റ്റ് ആയി പോയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. നോക്കാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നിഷ മാം ഉടനെ ജോയിൻ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. ജസ്റ്റ് ലെഫ്റ്റ് ആയതാണ്. അദ്ദേഹം ചോദിച്ചത് കാക്കിനാട ഏത് സ്റ്റേറ്റ് ആണെന്നല്ല, അത് ആന്ധ്രാപ്രദേശിലാണ്. യെസ്, അതെ. നിഷ മാം ഉടനെ ജോയിൻ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ആയി പോയതാണ്. ഉണ്ടോ അവരുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്ത? ഇപ്പൊ നമ്മള് തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ എന്തിനാണെന്ന് ഇപ്പൊ കൂടുതൽ ക്ലിയർ ആവുന്നുണ്ടാവും. ഓരോരുത്തരും ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞു എന്നാണ് ഇപ്പൊ മറുപടി കിട്ടുന്നത്. കാരണം നേരത്തെയാണ് ഇതൊക്കെ വിളിക്കുക എന്നുള്ളതൊക്കെ ആണ് ഏറ്റവും പ്രധാനം എന്നൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പാട്ടിൽ പറഞ്ഞത് ഇത് ഉദ്ദേശിച്ചായിരുന്നു. അതിപ്പോൾ കുറച്ച് പേർക്ക് അങ്ങനെ മറുപടി കിട്ടിയപ്പോൾ കാര്യം വ്യക്തമാണ്. പക്ഷെ കുഴപ്പമില്ല, മാഡം പറഞ്ഞതുപോലെ പ്രിപ്പറേഷൻ കുറവല്ലേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ലല്ലോ. സ്ഥാപനങ്ങളുടെ പേര് പോലും ഇപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ കാര്യമായിട്ട് പ്രിപ്പറേഷൻ ഒരു വർഷം മാഡം പറഞ്ഞതുപോലെ മെഡിക്കലിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ പാക്കേജ് പറഞ്ഞല്ലോ, വർഷത്തിൽ കിട്ടുന്ന ശമ്പളം, അങ്ങനെ അതും തുടക്കത്തിലാണ്. അത് കഴിഞ്ഞ് പിന്നീട് എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിക്കും. അതിലേക്ക് എത്താൻ വേണ്ടി ഒരു വർഷം മാറ്റി വെച്ചാൽ ഫോർ ദ റൈറ്റ് കാൻഡിഡേറ്റ്, കൺസിസ്റ്റൻസി എന്നൊരു വേർഡ് അതിൻ്റെ ഇടയ്ക്ക് മാഡം ഉപയോഗിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തുടർച്ച വേണം. ഒരാവേശത്തിന് തുടങ്ങിയാൽ പോരാ, അതിൻ്റെ കണ്ടിന്യൂഷൻ വേണം. മാഡം എത്തി തോന്നുന്നു അല്ലേ? മാഡം തിരിച്ചെത്തിയോ? വേറെ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ടോ?
ഇല്ല ഇല്ല യാസിൻ? മാഡം, തിരിച്ചെത്തിയിട്ടില്ല. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണുള്ളത്. ബാസിൽ ഇബ്രാഹിം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. This question is for my little brother. He is starting 11th. Which is the best way to prepare for the IP-MAT entrance exam? എന്നൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ. ഹി ക്യാൻ സ്റ്റാർട്ട് ബാസിൽ പ്രിപ്പറേഷൻ. ഇബ്രാഹിം ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കും. ഹലോ, ഹായ്. Hi. സോ IP-MAT എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഇല്ല. ഞാനിപ്പോൾ അറൗണ്ട് 40 years ആയി. ബട്ട് ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ സിജിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടിയൊരു ഗൈഡൻസിൽ തന്നെയാണ് ഞാൻ പിന്നെ മുന്നോട്ട് പോയിരുന്നതൊക്കെ. സോ ഇങ്ങനൊരു സെഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ജോയിൻ ചെയ്തതാണ് ഫോർ മൈ ലിറ്റിൽ ബ്രദർ. സോ IP-MAT എൻട്രൻസ് എക്സാമിൻ്റെ ഒരു കോച്ചിങ് സെൻറ്റേഴ്സ്, ഐ മീൻ എന്തെങ്കിലും, can you just give me just 5 names or something? അങ്ങനെ എന്തെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന. കോച്ചിങ് സെന്റേഴ്സ് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിർത്തുന്നത് എന്തുകൊണ്ട്? വെബ്സൈറ്റ്സ് Okay, ഇഷ്ടം okay. പോലെ നമുക്ക് ജസ്റ്റ് കിട്ടും. നമ്മുടെ ഒരു എത്തിക്സിന്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഓപ്പൺ Yeah, പ്ലാറ്റ്ഫോം I ഏതെങ്കിലും got your ഇൻസ്റ്റിറ്റ്യൂഷൻ point. Yeah, പേര് പറയുമ്പോൾ ദാറ്റ് മീൻസ് സംതിങ് അല്ലേ? yeah, അങ്ങനെ no problem, sir. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ Okay, സ്റ്റുഡൻറ് okay. ചെയ്യേണ്ടത് മോർ ദാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹി ഹാസ് ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻസ് ഫോർ ദ സെയിം. കാരണം സിലബസ് ഈ സൈറ്റിൽ കയറിയിട്ട് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് സിലബസ് നോക്കിയിട്ട് അതിനു വേണ്ടി എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, അതിനു വേണ്ടി ഉള്ള ബുക്സ് റെഫർ ചെയ്യാം, അതിനുവേണ്ടി ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താം. ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂവിനെ ഫ്യൂച്ചറിൽ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ തന്നെ എങ്ങനെ മീഡിയ യൂസ് ചെയ്യണം, എങ്ങനെ കറണ്ട് ഇവൻറ്റ്സ് അക്വയർ ചെയ്യണം, എങ്ങനെ ലാംഗ്വേജ് സൈഡ് ഉഷാറാക്കണം, മാത്സിന് ഇത്തിരി വീക്കാണെങ്കിൽ ആ മാത്സിൻ്റെ സൈഡ് എങ്ങനെ, ഇതൊക്കെ ഇപ്പോഴേ ഇങ്ങനെ ഗ്രാജ്വലി മേക്ക് ഇറ്റ് എ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ Okay. ലാസ്റ്റ് പോയിന്റിലുള്ള ഒരു ചെറിയൊരു പെയിന്റ് അടി കൊണ്ട് കെട്ടിടം ആവും. പക്ഷെ സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കാതെ ജസ്റ്റ് എല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഏൽപ്പിച്ചാൽ അവരല്ല കൂടുതൽ. ഈ മാഡം തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു കാൻഡിഡേറ്റ് MBBS പ്രിപ്പയർ ചെയ്ത കുട്ടി അതിൻ്റെ കൂടെ ജസ്റ്റ് പാരലായിട്ട് പോയതാണ്. ബേസിക്കലി ഷീസ് ഇൻ്റലിജൻറ്റ്, ഹാർഡ് വർക്കിംഗ്, അതിൻ്റെ ഇടയ്ക്ക് കോമൺ സെൻസും അതിൻ്റെ ഇടയ്ക്ക് റെഫർ ചെയ്യുന്ന സ്റ്റൈലൊക്കെ, അതിനൊരു സപ്പോർട്ട് കുട്ടിക്ക് കൊടുത്താൽ, പ്രത്യേകിച്ചും 10 കഴിയുമ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി ആലോചിക്കാൻ ആളുണ്ടായി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ആലോചിക്കാൻ ആളുണ്ടായി എന്നുള്ളത് യു ജസ്റ്റ് കൺവേർട്ട് ഹിം ടു ദാറ്റ് പേഴ്സൺ. അപ്പോൾ ആ കുട്ടി തന്നെ ഇതൊക്കെ തിരയുകയും പിടിക്കുകയും അതിന് വേണ്ടുന്ന ഹെൽപ്പ് മാത്രം നമ്മൾ Okay, എൽബേഴ്സ് കൊടുക്കുകയും ചെയ്യുമ്പോൾ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. fine. Thank you, sir. Thank you. പിന്നെ ഈ IP-MAT എന്താണെന്ന് അതിൻ്റെ ഇടയ്ക്ക് ആരോ ഒന്ന് ഒരു ചോദിച്ചായിട്ട് ഞാൻ നോക്കി. IP-MAT എന്ന് പറയുന്നത് മാനേജ്മെന്റ് പഠനം, MBA എന്ന് പറയുന്നത് ഡിഗ്രിക്ക് ശേഷമുള്ളതാണ് നോർമലി, പഴയ കാലം മുതലേ. ഇപ്പോഴത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഇറങ്ങിക്കയറണമെന്നില്ല. +2 കഴിഞ്ഞ് നേരെ ഒരു ഡിഗ്രി കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി വീണ്ടും എൻട്രൻസ് എഴുതി കയറുന്നതിന് പകരം നേരെ 5 കൊല്ലത്തെ വണ്ടിയിലേക്ക് ഒറ്റക്കയറ്റം എൻട്രൻസ് എഴുതിയിട്ട് ഡിഗ്രിയും അവിടെ തന്നെ. അത് ചില സ്ഥലത്ത് BA ആയിരിക്കാം, ചില സ്ഥലത്ത് BCom ആയിരിക്കാം, അത് പ്രശ്നമല്ല. എന്നിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. വേണ്ടവർക്ക് മാറിക്കയറാൻ വേണ്ടി എൻട്രൻസ് എഴുതിയതിൻ്റെ ഉദാഹരണവും മാഡം തന്നെ പറഞ്ഞു. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് B.Ed ഉണ്ട്, BA കഴിഞ്ഞ് B.Ed, BSc കഴിഞ്ഞ് B.Ed അല്ല, നേരെ ഇൻ്റഗ്രേറ്റഡ് MA ഉണ്ട്, BA MA ഒറ്റ കയറ്റത്തിൽ MA കഴിഞ്ഞിറങ്ങാം. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് MBA. 2 കൊല്ലത്തെ MBA-കാർക്ക് വലിയ വലിയ പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ശരിക്കും ഡെഡിക്കേറ്റഡ് ആയ 5 കൊല്ലം കണ്ടിന്യൂസ് പഠിക്കുന്നവർക്ക് എത്ര മെച്ചമുണ്ടാവും? അത് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഇൻ്റഗ്രേറ്റഡ് സഹായിക്കുന്നത്. പക്ഷേ ഫീസ് കമ്പാരിറ്റീവ്ലി കൂടുതലുണ്ടാവും. സാധാരണ ഒരു കോളേജിൽ ഫീസ് പ്രാക്ടിക്കലി ഇല്ലല്ലേ, ഒരു എയ്ഡഡ് കോളേജ്, ഗവൺമെൻറ് കോളേജിൽ. ഇത് അതേസമയം IP-MAT-നാണെങ്കിൽ, IIM ഇൻഡോറിലാണെങ്കിൽ ഡിഗ്രി കാലത്ത് തന്നെ ഓരോ വർഷവും 5 ലക്ഷം 6 ലക്ഷമാണെന്ന് തോന്നുന്നു, അങ്ങനെ ഉണ്ടാവും. പിന്നെ MBA ലാസ്റ്റ് 2 ഇയേഴ്സിൽ യഥാർത്ഥ MBA-യുടെ ഫീസ് എത്രയാണോ അതൊക്കെ ഉണ്ടാവും. വെർത്താണ്. എന്നാലും ചില കുട്ടികൾക്ക് ഒരു പക്ഷേ ഡിഗ്രി കഴിഞ്ഞ് ചേരാം, ഡിഗ്രി കാലത്ത് പ്രിപ്പയർ ചെയ്യാം.
ഇപ്പൊ തന്നെ നേരത്തെ ചില കുട്ടികൾ ചോദിച്ചല്ലോ, ഇന്റഗ്രേറ്റഡ് നെനി എന്ത് ചെയ്യും? അവർക്ക് ഒരു കൊല്ലം സേവ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഡയറക്ട്ലി യു ജോയിൻ ഫോർ എ ഡിഗ്രി ഇപ്പോൾ, എന്നിട്ട് ആ ഡിഗ്രിക്ക് പഠിക്കുന്ന 3 ഇയർ ഓർ 4 ഇയർ പാരലായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കുട്ടികൾ നീറ്റ് JEE ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ പാരലായിട്ട് പഠിച്ചു പോകും. എന്നിട്ട് ഫൈനൽ ഇയർ ആകുമ്പോൾ അതിൻ്റെ എൻട്രൻസ് വരും, കാറ്റ് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. കാറ്റ് എഴുതുമ്പോൾ കാറ്റ്, മാറ്റ്, CMAT, കാമാറ്റ്, ഒരു സേഫ്റ്റിക്ക് വേണ്ടി മറ്റ് ടെസ്റ്റുകളും കൂടി നമ്മൾ എഴുതും. അതാണ് അതിൻ്റെ റൈറ്റ് പാറ്റേൺ. ഓക്കെ ഓക്കെ നിഷ Sir, മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. sorry. ഒന്ന് ചോദിക്കാണ്ട്. ഓക്കെ, വെൽക്കം മാഡം. കുറച്ച് നേരത്തെ ഫീസിനെ കുറിച്ച് പറഞ്ഞത്, അത് ഇപ്പോൾ ഇൻഡോർ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഇതൊരു നമ്മുടെ ആ ഒരു സിലബസ് ബേസ്ഡ് ഫീസ് മാത്രമാണോ അതോ ഒരു ഫുൾ പാക്കേജ് ആണോ? ഐ മീൻ ഹോസ്റ്റൽ ആൻഡ് എവറിത്തിങ്, ഹൗ ഇസ് ഇറ്റ് നോർമലി? മാഡം വന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ? അതെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിഷ മാം മാഡത്തിനൊന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണേ. സൈറ്റിലുള്ള സിമ്പിൾ ബേസിക് ഇൻഫർമേഷൻ മാത്രമാണ്, പക്ഷെ മാഡം വന്ന സ്ഥിതിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. നോക്കൂ, IPM പ്രോഗ്രാം എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ പ്രോഗ്രാം. IPM MBA എല്ലാം തന്നെ റെസിഡൻഷ്യൽ പ്രോഗ്രാം. റെസിഡൻഷ്യൽ, അപ്പൊ ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് ഫോർ ബോത്ത് ഹോസ്റ്റൽ അതേപോലെ അവരുടെ കോളേജ് ഫീസ്, ട്യൂഷൻ ഫീസ് എല്ലാം വരുന്ന ഫീസാണ് ഓരോ വർഷത്തെയും അവര് പറയാം. എനിക്ക് തോന്നുന്നു 6 ലക്ഷം തൊട്ട് 7 ലക്ഷം വരെയാണ് IIM ഇൻഡോറിന്റെ പാക്കേജ് ഫീസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം 35 ലക്ഷം എന്ന് പറയുമ്പോൾ 5 വർഷത്തിന് നോക്കുമ്പോ അത്രയാണല്ലോ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയോ സർ? യെസ് മാം, താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, നമുക്ക് ഗൂഗിൾ ഫോമിലെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മുഹമ്മദ് അഫ്ലഹ് +2 സയൻസ് വിദ്യാർത്ഥിയാണ്. വാട്ട് അബൌട്ട് ദ ഇന്റർവ്യൂ ഓഫ് IIM റോത്ത്? നമ്മള് ഇന്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകണം ഇന്റർവ്യൂവിന്. നമ്മള് +2 നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സ് അവരൊരു പക്ഷെ ആ സബ്ജക്റ്റിന്റെ ബേസിലൊക്കെ ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യത ഉണ്ട്. നമ്മളോട് ഫേവറേറ്റ് സബ്ജക്ട് ഏതാണ്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട്, കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് അവർ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഓപ്റ്റ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല വിഷയങ്ങളും അതേപോലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ തന്നെയും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതിന് നല്ല പ്രിപ്പറേഷൻ എടുത്തിട്ട് വേണം നമ്മള് ഇന്റർവ്യൂവിന്. ഓക്കെ, താങ്ക് യു. ഹോപ്പ് യു ആർ ക്ലിയർ. ഓക്കെ, താങ്ക്സ്. മറ്റൊരു ചോദ്യം, ഹന +2 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ്. ഡസ് IIM ഓൺലി ഓഫർ BBA as ബാച്ചിലേഴ്സ്? ഹന, ഞാൻ IIM മാത്രല്ല ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ധാരാളം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് BBA പ്രോഗ്രാം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവര് ഏത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോഗ്രാം BBA അല്ലെങ്കിൽ IPM കൊടുക്കുകയാണെങ്കിലും അവരുടെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. IIMകൾ മാത്രമല്ല, നോൺ IIMs ധാരാളം ഉണ്ട്. ഞാൻ അവരുടെയൊക്കെ തന്നെയും പേര് ഞാൻ IIFT കാക്കിനാട, നൾസാർ, മാസ്റ്റേഴ്സ് യൂണിയൻ, ക്രൈസ്റ്റ് ബാംഗ്ലൂർ, സിംബയോസിസ്, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, നോൺ IIMs ഉണ്ട് കേട്ടോ, എല്ലായിടത്തിലും എൻട്രൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. NMIMS മുംബൈ ഒക്കെ ഇതിൽ പെടുന്ന പ്രോഗ്രാമുകളാണ്. ഓക്കെ, താങ്ക് യു. മറ്റൊരു ചോദ്യം, റെനിം
ആളിവിടെ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വിൽ എ ഡ്രോപ്പ് ഇയർ എഫക്ട് ദ സെലക്ഷൻ പ്രോസസ് ഓഫ് IPM എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റണ്ണി ജസ്റ്റ് നീ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് യാസിൻ, അതായത് ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്താൽ അത് വർത്ത് ആയിരിക്കോ എന്നുള്ളതാണ് ആള് ചോദിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ അങ്ങനെ ആയിരിക്കൂലേ? അങ്ങനെ ആയിരിക്കും, ആണോ? അതെ അതെ ആ രീതിയിൽ തന്നെ. ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോ നീറ്റിന് ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്യണില്ലേ? 2 കൊല്ലം ഡ്രോപ്പ് ചെയ്യണവരുണ്ട്. നമ്മൾക്ക് എന്തായാലും കിട്ടണം എന്നുള്ള തീരുമാനത്തോട് കൂടിയിട്ട് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന വേണം. ഡ്രോപ്പ് ചെയ്താൽ നമ്മൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇപ്പൊ സമയം കിട്ടിയിട്ടുണ്ടാവില്ല ബോർഡ്സിന്റെ കൂടെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഓപ്ഷൻ ആണത്. ഇഫ് യു ആർ വില്ലിംഗ് ടു ഡ്രോപ്പ്, യു ഷുഡ് ഡ്രോപ്പ്, യു ഷുഡ് പ്രിപ്പയർ വെൽ. എന്നിട്ട് ഏറ്റവും നല്ല IIMസിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു. നല്ലൊരു ഓപ്ഷൻ ആണ്. കാരണം ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണ്ടേ. നമ്മൾക്ക് എത്രയധികം ടെസ്റ്റ് സീരീസ് ചെയ്യാൻ പറ്റുമോ അത്രയധികം ടെസ്റ്റ് സീരീസ് ചെയ്യണം. ടെസ്റ്റ് സീരീസ് ഇസ് ലൈക്ക് എ മിറർ. നമ്മളൊരു കണ്ണാടി നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണാടിയിൽ നമ്മളുടെ മുഖത്ത് എന്താണ് കുഴപ്പം എന്നുള്ളത് മനസ്സിലാവില്ലേ? അതേപോലെയാണ് ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ ഏത് ഭാഗമാണ് എന്റെ സ്ട്രെങ്ത് എന്നും ഏത് ഭാഗമാണ് എന്റെ വീക്ക്നെസ് എന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ടെസ്റ്റ് സീരീസ് ചെയ്തതിന് ശേഷം ഓരോ ഏരിയയിലും കോൺഫിഡൻസ് മാക്സിമം ബൂസ്റ്റ് ആയതിനു ശേഷമായിരിക്കണം നമ്മൾ ഫൈനലി IPM എക്സാമിനെ ഫേസ് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. മറ്റൊരു ചോദ്യം കൂടി ലാസ്റ്റ് ഒരു ചോദ്യം ഫർസിൻ ഫൈസൽ. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വിച്ച് ഈസ് ദ ബെസ്റ്റ് കോച്ചിങ് സെന്റർ ഫോർ IPM ഇൻ കേരള? കോച്ചിങ് സെന്ററിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്നു. IPM കാലിക്കറ്റിൽ നല്ല കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. എന്റെ കുട്ടികൾ നമ്മളെ സ്റ്റുഡൻസ് ആണെങ്കിലും ഈവൻ എന്റെ മോള് IPMന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ കോച്ചിങ് സെന്റർ എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അത് കാലിക്കറ്റില് റൂട്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. റൂട്ട് IPM എന്ന് പറയുന്ന സ്ഥാപനമാണ്. പിന്നെ ഓൺലൈൻ കോച്ചിങ് ഒക്കെ എന്താ വെച്ചാല് നോർത്ത് ഇന്ത്യൻ ആപ്പുകളാണ് അധികം. അപ്പോ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആപ്പുകൾ ആയതുകൊണ്ട് നമ്മളെ കുട്ടികള് കുറച്ച് ദിവസമൊക്കെ അത് ഫോളോ ചെയ്തിട്ട് നല്ല ലാക്സിലാണ് അവരുടെ ടാരിഫൊക്കെ റേറ്റ് ഒക്കെ വരും. പിന്നെ അവര് ഡ്രോപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. റൂട്ട് അത്യാവശ്യം നന്നായിട്ട് ഐ എം ഹാപ്പി സാറ്റിസ്ഫൈഡ് ബിക്കോസ് എന്റെ കുട്ടി അവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും എനിക്ക് പറയാനായിട്ട് സാധിക്കും. താങ്ക് യു. ഇപ്പോൾ IPMന് മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയായിരിക്കും നന്നാവുക. ഇങ്ങനെയാണ് റൂട്ട് ഒരു IPMന് മാത്രമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. എനി അതർ ക്വസ്റ്റ്യൻസ് യാസിൻ? ഹലോ ഹലോ ഹലോ, മ്യൂട്ടാണോ? ഹലോ. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഇനി മറ്റു ചോദ്യങ്ങൾ നമുക്ക് ഗൂഗിൾ ഫോമിലേക്ക് വന്ന ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ. ചാറ്റ് ബോക്സിലാണ് I am Rohtak
വാട്ട് അബൌട്ട് IIM റോത്തക് എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടു. ഞാൻ ഓൾറെഡി പറഞ്ഞു, IIM ഇൻഡോറിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് IIM റോത്തക് നല്ല ഈസി ആയിട്ട് വരേണ്ടതാണ്. സെയിം ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ലീഗൽ ലോജിക്കൽ റീസണിങ്, വെർബൽ എബിലിറ്റി, ഇതന്നെയാണ് ഇതിലെയും നമ്മള് ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. എല്ലാം തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണല്ലോ. അപ്പൊ ഈ ആപ്റ്റിറ്റ്യൂഡ് ആണ് അവര് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓൾ കാറ്റ് എക്സാം എങ്ങനെയാണ്, ആ കാറ്റ് എക്സാമിന്റെ കുറച്ച് അനിയൻ എന്നൊക്കെ പറയാം IPM എക്സാമിന്, IP മാറ്റ് എക്സാമിന്. കാറ്റ് നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് എഴുതുന്ന എക്സാം, ഇത് നമ്മൾ +2 കഴിഞ്ഞ് എഴുതുന്ന എക്സാം. സോ ഒരു കാറ്റ് എക്സാമിന്റെ കുറച്ച് ലോവർ ലെവൽ ആയിട്ടുള്ള റേഞ്ചിൽ വരുന്ന ഒരു എക്സാം IPM. IPM ഇൻഡോറിന്റെ അത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കില്ല IPM റോത്തക്കിന്റെ എൻട്രൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ആളുകൾക്കും പല രീതിയിലാണ്. ചിലർക്ക് ഇൻഡോർ ആയിരിക്കും ക്വാളിഫൈ ചെയ്ത് വളരെ ഈസി ആയിട്ട് കിട്ടുക. ചിലര് പക്ഷെ ക്വാളിഫൈ ചെയ്യുന്നത് റോത്തക് ആയിരിക്കും. മറ്റു ചിലര് ക്വാളിഫൈ ചെയ്യുന്നത് ജിപ്മാറ്റ് ആയിരിക്കും. റോത്തക്ക് കിട്ടുന്ന ആൾക്ക് ചിലപ്പോ ഇൻഡോർ കിട്ടിക്കൊള്ളണമെന്നില്ല. അതേപോലെ ജിപ്മാറ്റ് കിട്ടിയ ആൾക്കാർക്ക്, എനിക്കിപ്പോ അങ്ങനെയുള്ള കുറച്ചു പേരെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രിപ്പറേഷൻ, കൺസിസ്റ്റൻസി ഇൻ പ്രിപ്പറേഷൻ, മാക്സിമം ടെസ്റ്റ് സീരീസ് ചെയ്യാം. ഇത് മാത്രമേ നമ്മൾക്ക് പറയാനുള്ളൂ. റോത്തക് ആയിക്കോട്ടെ, ഇൻഡോർ ആയിക്കോട്ടെ, ജമ്മു ബോധ്ഗയ ആയിക്കോട്ടെ, മുത്സർ ആയിക്കോട്ടെ, സിറമൂർ ആയിക്കോട്ടെ, ഏതാണ്, ഈവൻ IIM കാലിക്കറ്റ് ആയിക്കോട്ടെ, ഹാവ് ടു പ്രിപ്പയർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമുക്ക് സമാപനത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഇനി ചോദ്യങ്ങൾ ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ആർക്കെങ്കിലും ജസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ നിഷ മാം? ഓക്കെ, അവസാനിപ്പിക്കാം. ഓക്കെ Shall I ഓക്കെ, pass സിജി the session? ഓക്കെ, ചോദിക്കുന്നുണ്ടോ? Shall I? It's not a question. ഓക്കെ സർ, ചോദിച്ചോളൂ. Question. Shall I pass a word of appreciation? ഓക്കെ സർ. Yeah. Nisha ma'am, Afsar Babu Huh? here. Your session was highly insightful and emotional too. You know, through your classes, you are really touching lives. I'm so glad I got to be part of it. So proud of you. Thank you. Carry on. Thank you, sir. Thank you, sir. Even I feel very proud. Thank you. Thank you, sir. ഓക്കെ, നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് മറ്റാർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് സമാപിപ്പിക്കാവുന്നതാണ്. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ, ഏതായാലും നമുക്ക് സമാപനത്തിലേക്ക് കടക്കാം. ഒരു വിഷയത്തെ അധികരിച്ച് വളരെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് സംവദിക്കുകയും ഇതിന്റെ സാധ്യതകളും അതിനെങ്ങനെ ഒരുങ്ങാം എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മളോട് സംവദിച്ച കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസന്റ് കൗൺസിലിംഗ് സെൽ, ഗവൺമെന്റ് ഓഫ് കേരളയുടെ സ്റ്റേറ്റ് ഫാക്കൽറ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ സിജിയുടെ നമ്മൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിന്റെ ഒരു വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീമതി നിഷ മാഡത്തിന് എല്ലാവിധ നന്ദിയും സിജി കരിയർ ഡിപ്പാർട്ട്മെന്റ് പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ ക്ലാരിഫിക്കേഷനും ആവശ്യമുണ്ടാവും. സിജി മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ ഓഫീസുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ ദിവസവും സൗജന്യമായിട്ട് ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും കരിയർ കൗൺസിലിംഗ്, കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും. ആ രീതിയിൽ നിങ്ങളുടെ സംശയങ്ങൾ
ക്ലാരിഫൈ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു നിഷ. Thank you, sir. Thank you, Zakaria, sir.